ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ഉബൈദ് ആദിനാൾ. PSC എക്സാം ഹെൽപ്പർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് ഇവിടെ ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ ദിവസം നടന്ന LDCയുടെ ആലപ്പുഴ ജില്ല, പാലക്കാട് ജില്ലയുടെ ക്വസ്റ്റ്യൻ പേപ്പറുകളാണ് വർക്ക് ചെയ്യാൻ പോകുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം സ്ഥലത്തില്ലായിരുന്നു, അതുകൊണ്ടാണ് നമ്മളിത് അപ്ലോഡ് ചെയ്യാൻ ഇത്ര ലേറ്റായത്. ഓക്കെ, നമുക്ക് സമയം കളയണ്ട, ഓരോരോ ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. നമ്മളിവിടെ പറയുന്നു 24 ലിറ്റർ ചായത്തിൻ്റെ കൂടെ 3 ലിറ്റർ ടർപ്പൻ്റെയും ചേർക്കണം എങ്കിൽ 32 ലിറ്റർ ചായത്തിനകത്ത് എത്ര ലിറ്റർ ടർപ്പൻ്റെയും ചേർക്കണം? ഇതാണ് ക്വസ്റ്റ്യൻ. നിങ്ങൾ നോക്കിയേ, ക്വസ്റ്റ്യൻ നോക്കിയേ. വീടിന് ചായം തേക്കുമ്പോൾ 24 ലിറ്റർ ചായത്തിൻ്റെ കൂടെ 3 ലിറ്റർ ടർപ്പൻ്റെയും ആണ് ചേർക്കുന്നത് എങ്കിൽ 32 ലിറ്റർ ചായത്തിൻ്റെ കൂടെ എത്ര ലിറ്റർ ടർപ്പൻ്റെയും ചേർക്കണം? ഓക്കെ, ഈ ക്വസ്റ്റ്യൻ സ്കൂൾ ടെക്സ്റ്റിനകത്തെ ക്വസ്റ്റ്യൻ ആണ്. സ്കൂൾ ടെക്സ്റ്റിനകത്തെ 6ാം ക്ലാസ്സിലെ പുസ്തകത്തിനകത്ത് ഈ ക്വസ്റ്റ്യൻ കിടപ്പുണ്ട്. ഓക്കെ ആണല്ലോ. ഞാൻ പറഞ്ഞല്ലോ, സ്കൂൾ ടെക്സ്റ്റിനകത്ത് നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യാൻ സമയം കിട്ടിയിട്ടില്ല. ഓക്കെ, ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ ഏകദേശം 10,000-ഓളം ക്വസ്റ്റ്യൻസ് 5 തൊട്ട് 10 വരെയുള്ള ക്ലാസ്സിനകത്ത് ക്വസ്റ്റ്യൻ കിടപ്പുണ്ട്. ഓക്കെ, അപ്പോൾ അതിനകത്ത് എന്നുള്ള സ്കൂൾ ടെക്സ്റ്റിനകത്ത് 6ാം ക്ലാസ്സിലെ പുസ്തകത്തിനകത്തുള്ളൊരു ക്വസ്റ്റ്യനാണിത്. ഓക്കെ, നമുക്കിതൊന്ന് ചെയ്ത് നോക്കാം എങ്ങനെയാണ്. ഒറ്റ സ്റ്റെപ്പിൽ നമ്മൾ ഇതിൻ്റെ ആൻസർ ചെയ്യാൻ പോവാം. ഒന്നുമില്ല, വളരെ എളുപ്പം ചെയ്യാം. ഈ പറയുന്ന കാര്യം മാത്രം ചെയ്യാം. നമ്മളിവിടെ ചേർക്കുന്നത് 24 ലിറ്റർ ചായം, അതിൻ്റെ കൂടെ 3 ലിറ്റർ ടർപ്പൻ്റെയും. ഓക്കെ ആണല്ലോ. 24 ലിറ്റർ ചായത്തിൻ്റെ കൂടെ 3 ലിറ്റർ ടർപ്പൻ്റെയും. ഓർഡർ ശ്രദ്ധിച്ചോണം നിങ്ങൾ. ഞാൻ ഏത് ഓർഡറിലാണ് എഴുതുന്നതെന്നൊന്ന് ശ്രദ്ധിച്ചോണം. ഓക്കെ, നമ്മൾ നോക്കിയേ. 24 ലിറ്റർ ചായമാണ് ഞാൻ ആദ്യം എഴുതിയത്. ഓക്കെ, 24 ലിറ്റർ ചായം എത്ര ലിറ്ററാണ്? 3 ലിറ്റർ ടർപ്പൻ്റെയും. ഓർഡർ ശ്രദ്ധിച്ചോ. 24 ലിറ്റർ ചായം, അതിനകത്ത് 3 ലിറ്റർ ടർപ്പൻ്റ്. അപ്പോൾ 24:3. ഓക്കെ, ഇവിടെ ഞാൻ ആദ്യം ചായം എഴുതിയുകൊണ്ട് ഞാൻ സമത്തിനപ്പുറത്ത് ആദ്യം ചായ എഴുതാവുള്ളൂ. ഓക്കെ ആണല്ലോ. ഞാൻ ആദ്യം ചായ എഴുതിയുകൊണ്ട് സമത്തിനപ്പുറത്തും ആദ്യം ചായവേ എഴുതാവുള്ളൂ. ഇവിടെ ആദ്യം ഞാൻ ചായം 24 ലിറ്റർ, രണ്ടാമത് ടർപ്പൻ്റെയും, മൂന്നാമത് നമ്മൾ എന്ത് എഴുതാവുള്ളൂ? ചായ എഴുതാവുള്ളൂ. എങ്കിൽ ചായം എന്ന് പറഞ്ഞാൽ എത്ര? 32 ലിറ്റർ ചായത്തിൻ്റെ കൂടെ. അപ്പോൾ നമ്മുടെ 24 ലിറ്റർ ചായത്തിൻ്റെ കൂടെ 3 ലിറ്റർ ടർപ്പൻ്റെയും, അതേപോലെ 32 ലിറ്റർ ചായത്തിൻ്റെ കൂടെ എത്ര ലിറ്റർ ടർപ്പൻ്റെയും ചേർക്കണം? അതാണ് ക്വസ്റ്റ്യൻ. ഒന്നുമില്ല, നമുക്കറിയത്തില്ല എത്ര ചേർക്കേണ്ടതിന്. അതിന് ഞാൻ എക്സ് എന്ന് കൊടുത്തു. എക്സ് ചേർക്കേണ്ടതിന് നമ്മൾ കൊടുത്തു. അപ്പോൾ എന്താ? 24 ലിറ്റർ ചായം, 3 ലിറ്റർ ടർപ്പൻ്റ്. അപ്പോൾ ചായം ടർപ്പൻ്റെയും ഈ ഓർഡർ ആയിരിക്കണം. അപ്പോൾ അവിടെ ആദ്യം എഴുതണം ചായം, 32 ലിറ്റർ ചായം, X ലിറ്റർ ടർപ്പൻ്റെയും. ഓക്കെ ആണോ? ഇനി ഇത് ചെയ്യുന്ന രീതി ക്ലിയർ ആണേ? ഞാൻ ഈ പറഞ്ഞു തന്നെ, ഈ ഓർഡർ മാറരുത്. ഓർഡർ മാറിയ കണക്ക് മാറും. ഓക്കെ, നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം കിടക്കുന്നതും അവസാനം കിടക്കുന്നതും ഗുണിച്ച് സമത്തിന് ഇപ്പുറത്ത് എഴുതണം. രണ്ടാമത്തെ മൂന്നാമത്തെ ഗുണിച്ച് സമത്തിന് അപ്പുറത്ത് എഴുതണം. ചെയ്യാമല്ലോ. ആദ്യം കിടക്കുന്നതും അവസാനം കിടക്കുന്നതും ഗുണിച്ച് സമത്തിന് ഇപ്പുറത്തും, രണ്ടാമത്തെ മൂന്നാമത്തെ ഗുണിച്ച് സമത്തിനപ്പുറം. ക്ലിയർ ആണേ? നമുക്ക് ആദ്യം കിടക്കുന്ന 24, അവസാനം കിടക്കുന്ന X, ഇത് ഗുണിച്ച് സമത്തിന് ഇപ്പുറത്തും, രണ്ടാമത് കിടക്കുന്നത് 3, അവസാനം കിടക്കുന്നത് 32, ഇത് ഗുണിച്ച് സമത്തിന് അപ്പുറത്തും. ആദ്യത്തെ അവസാനത്തെ ഗുണിച്ച് സമത്തിന് ഇപ്പുറത്തും, രണ്ടാമത്തെ മൂന്നാമത്തെ ഗുണിച്ച് സമത്തിന് അപ്പുറത്തും എഴുതണം. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇനി നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് X ആണ് കണ്ടുപിടിക്കേണ്ടത്. ഈ എക്സിൻ്റെ അടുത്ത് എത്ര ചേർക്കണമെന്നാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. ആണല്ലോ. എക്സിൻ്റെ അടുത്ത് നമ്മൾ എന്ത് ചേർക്കണം? അത് വേണ്ടി നമ്മൾ വേറെ പ്രത്യേകിച്ച് വേണ്ട. കണ്ടുപിടിക്കേണ്ട എക്സിനെ മാത്രം അവിടെ നിലനിർത്തണം. ഇവിടെ ഈ എക്സ് നമ്മൾ ഇവിടെ നിലനിർത്തി. ഓക്കെ ആണല്ലോ. ഇനി 3 × 32. ക്ലിയർ ആണേ? ഈ 24 എന്ത് ചെയ്തേക്കുക? ഗുണിച്ചേക്കുമല്ലോ. ഇവിടെ ഗുണിച്ചേക്കുമല്ലയോ? ഈ ഗുണിച്ചേക്കുന്നതിന് സമത്തിനപ്പുറം പോകുമ്പോൾ ഹരിച്ചേക്കണം. ഗുണിച്ചേക്കുന്നെങ്കിൽ ഹരിക്കണം, ഹരിച്ചേക്കുന്ന ഗുണിക്കണം, കൂട്ടിയേക്കൊന്ന് കുറയ്ക്കണം, കുറച്ചേക്കൊന്ന് കൂട്ടണം, പ്ലസ് മൈനസ് ആക്കണം, മൈനസ് പ്ലസ് ആക്കണം. ഓക്കെ, ഇവിടെ ഗുണിച്ചേക്കുന്ന ഇപ്പുറത്തുകൊണ്ട് ഹരിച്ചു. ഡിവൈഡഡ് ബൈ 24. ഞാൻ വെട്ടാൻ പോകണ്ടേ? 3 × 8 = 24, 3 × 8 = 24, 4 × 32, 3 × 24, 4 × 32. ഈ 3 കൂടെ വെട്ടിപ്പോവും. നമ്മുടെ ആൻസർ കിട്ടും. നമ്മുടെ ആൻസർ എക്സിൻ്റെ വാല്യൂ 4. എത്രയാണ്? എക്സിൻ്റെ വാല്യൂ 4. ഇവിടെ എന്ത് ചേർക്കണമെന്നാണ് ചോദിച്ചേക്കുന്നത്? എക്സ് ചേർക്കണം. എക്സ് എന്ന് വെച്ചാൽ 4. നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ 4 ലിറ്റർ ടർപ്പൻ്റെയും ചേർക്കണം. മനസ്സിലായോ? ആൻസർ ബി ഓപ്ഷനാണ്, 4 ലിറ്റർ ടർപ്പൻ്റെയും. ഇത് വളരെ എളുപ്പത്തിൽ ചെയ്തുകൂടെ? ഒന്നുമില്ല, വളരെ സിമ്പിളാണ്. ഓക്കെ ആണല്ലോ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഇത് സ്കൂൾ ടെക്സ്റ്റിനകത്തെ 9ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്ററായ സമവാക്യ ജോഡികൾ എന്ന് പറയുന്ന ചാപ്റ്ററിലെ 41ാമത്തെ പേജ് കിടപ്പുണ്ട് ക്വസ്റ്റ്യൻ. മനസ്സിലായല്ലോ? ഇത് സ്കൂൾ ടെക്സ്റ്റിനകത്തെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഞാൻ ഈ പറയുന്നത്
1, 3, 5, 7, 9 ക്ലാസ്സുകളുടെ സ്കൂൾ ടെക്സ്റ്റ് മാറിയിട്ടുണ്ട്. മാറുന്നതിന് തൊട്ട് മുമ്പുള്ളതെന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷത്തെ പുസ്തകത്തിനകത്ത് കേസാണ് പറയുന്നത്. സമോക്കോ ഈ വർഷം 1, 3, 5, 7, 9 ഒറ്റ സംഖ്യകളെല്ലാം മാറി. അടുത്ത വർഷം 2, 4, 6, 8, 10 ക്ലാസ്സിലെ പുസ്തകങ്ങൾ മാറും. നമ്മൾ സ്കൂൾ ടെക്സ്റ്റിന് അടുത്തത് എടുത്ത് ഇപ്പോൾ ഈ LDC പോലുള്ള പരീക്ഷകൾക്കൊക്കെ കഴിഞ്ഞ വർഷത്തിനകത്തൊന്നും ചോദിക്കും, കാര്യം പുസ്തകം മാറി വന്നതേ ഉള്ളൂ. ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂൾ ടെക്സ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പുതിയ സിലബസ് അനുസരിച്ചുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ 5ാം ക്ലാസ്സിലെ 6, 7, 8, 9, 10 ഓരോ ക്ലാസ്സിലെയും സ്കൂൾ ടെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് പുതിയ സിലബസിൻ്റെ അനുസരിച്ചായിരിക്കും ചെയ്യുന്നത്. ഇപ്പോൾ ഇവ ചോദിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം കഴിഞ്ഞ വർഷത്തെ നമ്മൾ കഴിഞ്ഞ വർഷത്തെ പുസ്തകങ്ങൾ മാത്രമാണ് നിങ്ങളെ ഫോളോ ചെയ്യുന്നത്. അത് തന്നെയാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നതും. കഴിഞ്ഞ വർഷത്തെ പുസ്തകമായ 9ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്റർ സമവാക്യ ജോഡികളിലെ 41ാമത്തെ പേജിൽ ഹോംവർക്ക് കിടപ്പുണ്ട് ക്വസ്റ്റ്യൻ. മനസ്സിലായല്ലോ? നേരത്തെ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യനും ഹോംവർക്ക് തന്നെ. അത് 6ാം ക്ലാസ്സിലെ പുസ്തകത്തിൻ്റെ ഹോംവർക്ക് കിടപ്പുണ്ട് ക്വസ്റ്റ്യൻ. ഓക്കെ ആണല്ലോ? അത് അംശബന്ധം എന്ന് പറയുന്ന ചാപ്റ്ററിനകത്താണ് ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ, നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. 4 വർഷം മുമ്പ് റഹീമിൻ്റെ പ്രായം രാമുവിൻ്റെ പ്രായത്തിൻ്റെ 3 മടങ്ങായിരുന്നു. 2 വർഷം കഴിയുമ്പോൾ ഇത് 2 മടങ്ങാകും. എന്നാൽ രാമുവിൻ്റെ ഇപ്പോഴത്തെ വയസ്സെത്ര? ക്വസ്റ്റ്യൻ കണ്ടല്ലോ. 4 വർഷം മുമ്പ് റഹീമിൻ്റെ പ്രായം രാമുവിൻ്റെ പ്രായത്തിൻ്റെ 3 മടങ്ങായിരുന്നു. അതിനുശേഷം പറയുന്നത് 2 വർഷം കഴിയുമ്പോൾ ഇത് 2 മടങ്ങാകും. എന്നാൽ രാമുവിൻ്റെ ഇപ്പോഴത്തെ വയസ്സെത്ര? ഇവിടെ 2 ചോദ്യങ്ങൾ ചോദിക്കാം. ഒന്നീ രാമുവിൻ്റെ പ്രായം എത്ര എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ റഹീമിൻ്റെ പ്രായം എത്ര എന്ന് ചോദിക്കാം. ക്ലിയർ ആവുന്നുണ്ടല്ലോ? 2 രീതിയിൽ നമുക്ക് ചെയ്യാം. ഇത് ചെയ്യാവുന്നതിൽ ഏറ്റവും എളുപ്പമാർഗമായിട്ടുള്ള ഒരു കാര്യം ഞാൻ പറയാം. ചിലർ ഇത് ഓപ്ഷനിൽ നിന്ന് കയറാം, കുഴപ്പമൊന്നുമില്ല, ഓപ്ഷനിൽ നിന്ന് കയറാം. അല്ലാതെ നമുക്ക് എന്ത് ചെയ്യാം, ഇത് വേറൊരു ഇക്വേഷൻ പ്രകാരം നമുക്കിത് ചെയ്യാം. ഞാൻ ഏജ് എന്ന് പറയുന്ന ടോപ്പിക് എടുക്കുമ്പോൾ അതിൻ്റെ ടോപ്പിക് ബേസിൽ നിങ്ങൾക്ക് ക്ലാസ് എടുത്തിരുമ്പോൾ വിശദമായ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. എക്സിറ്റ് ചെയ്യുമ്പോൾ ഈ ക്വസ്റ്റ്യൻ എക്സിറ്റ് ചെയ്യാനാണെങ്കിൽ നമുക്ക് 1.5 പേജിനകത്ത് ചെയ്യേണ്ടി വരും. പിന്നെ ഒന്നുകിൽ ഇത് ഓപ്ഷനിലോ അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന ട്രിക്കിലോ ആയിരിക്കും ഇത് ചെയ്യാൻ ഏറ്റവും എളുപ്പമായിട്ടുള്ള മാർഗം. നമുക്ക് നോക്കാം. ഇവിടെ നോക്കണം, ആദ്യം നമ്മൾ ഏത് കാലഘട്ടമാണ് എഴുതുന്നത്? 4 വർഷം മുമ്പ്. മനസ്സിലായല്ലോ? 4 വർഷം മുമ്പ് റഹീമിൻ്റെ പ്രായം എന്തുവാ? രാമുവിൻ്റെ പ്രായത്തിൻ്റെ 3 മടങ്ങായിരുന്നു. ഓക്കെ, ശ്രദ്ധിച്ചോണം. അപ്പോൾ നമ്മൾ ആദ്യം നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എത്ര വർഷം മുമ്പ് എന്ന് പറഞ്ഞാൽ 4 വർഷം മുമ്പ്. 4 years ago റഹീമിൻ്റെ പ്രായം രാമുവിൻ്റെ പ്രായത്തിൻ്റെ 3 മടങ്ങായിരുന്നു. റഹീമിൻ്റെ പ്രായം രാമുവിൻ്റെ പ്രായത്തിൻ്റെ 3 മടങ്ങായിരുന്നു എന്ന് വെച്ചാൽ നിങ്ങൾ ആദ്യം എഴുതണം രാമു ഈസ് ടു റഹീം എന്ന് എഴുതണം. മനസ്സിലായല്ലോ? ഓക്കെ, രാമു ഈസ് ടു റഹീം എന്ന് വെച്ചാൽ രാമുവിന് എത്ര വയസ്സുണ്ടോ അതിൻ്റെ 3 മടങ്ങ്. രാമുവിന് എത്ര വയസ്സുണ്ടോ അതിൻ്റെ 3 മടങ്ങ് പ്രായം രാമുവിനുണ്ട്. മനസ്സിലായല്ലോ? രാമുവിന് എത്ര വയസ്സുണ്ടോ അതിൻ്റെ 3 മടങ്ങ് പ്രായം റഹീമിനുണ്ട്. രാമുവിന് എത്ര വയസ്സുണ്ടോ അതിൻ്റെ 3 മടങ്ങ് പ്രായമാണ് റഹീമിനുള്ളത്. അപ്പം രാമുവിൻ്റെ വയസ്സിനെ ഞാൻ 1 എന്നെടുത്താൽ 1 ആണെങ്കിൽ റഹീമിൻ്റെ പ്രായം എന്ന് പറയുന്നാൽ 3 ആയിരിക്കും. 3 മടങ്ങ് വെച്ചാൽ 1:3. ക്ലിയർ ആവുന്നുണ്ടല്ലോ? 1:3. ഓക്കെ, 4 വർഷങ്ങൾക്ക് മുമ്പ് രാമുവിൻ്റെ പ്രായത്തിൻ്റെ 3 മടങ്ങ് വയസ്സുണ്ട് റഹീമിന്. അതാണ് ഈ പ്രശ്നം പറയുന്നത്. 4 വർഷങ്ങൾക്ക് മുമ്പ് റഹീമിൻ്റെ പ്രായം എന്ന് പറയുന്നത് രാമുവിൻ്റെ പ്രായത്തിൻ്റെ 3 മടങ്ങ്. ഓക്കെ ആണല്ലോ? രാമുവിന് എത്ര ഉണ്ടോ അതിൻ്റെ 3 മടങ്ങ്. ഇനി എന്താണ് പറയുന്നത്? അടുത്തൊരു കാലഘട്ടം പറയാം. 2 വർഷം കഴിയുമ്പോൾ ആഫ്റ്റർ 2 years 2 വർഷം കഴിയുമ്പോൾ അത് എന്തായി മാറും? അത് 2 മടങ്ങാകും. എന്ന് വെച്ചാൽ രാമു ഈസ് ടു റഹീം എന്ന് വെച്ചാൽ 1:2 ആയി മാറും. ഓക്കെ ആണല്ലോ? 1:2 ആയി മാറും. ഓക്കെ, അപ്പോൾ എന്താണ്? 4 വർഷങ്ങൾക്ക് മുമ്പ് റഹീമിൻ്റെ പ്രായം രാമുവിൻ്റെ പ്രായത്തിൻ്റെ 3 മടങ്ങ്. രാമുവിൻ്റെ 3 മടങ്ങ് പ്രായം റഹീമിനുണ്ട്. അപ്പോൾ 1:3. ഇനി 2 വർഷം കഴിയുമ്പോൾ രാമുവിൻ്റെ പ്രായം റഹീമിൻ്റെ പ്രായത്തിൻ്റെ ഇരട്ടിയാവും. 1:2 എന്നും കിട്ടും. ഓക്കെ ആണേ? ഇനി നമുക്ക് നോക്കാം. ഇനി ഇവിടെ ചെയ്യേണ്ട പരിപാടി എന്ന് വെച്ചാൽ ഒറ്റ ട്രിക്കുള്ളൂ. ഇവിടെ ചെയ്യേണ്ടത്, ഇവിടെ ഒരു കാലഘട്ടത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന് പറയുന്നത് 4 വർഷം മുമ്പും, ഒന്ന് പറയുന്നത് 2 വർഷത്തിന് ശേഷവും. ഒന്ന് 4 വർഷത്തിന് മുമ്പും, ഒന്ന് 2 വർഷത്തിന് ശേഷവും.
മുമ്പും ശേഷവുമാണ് പറയുന്നതെങ്കിൽ, ശ്രദ്ധിച്ചോണേ, മുമ്പും ശേഷവുമാണ് പറയുന്നതെങ്കിൽ നിങ്ങൾ ആ കാലഘട്ടങ്ങൾ തമ്മിൽ അങ്ങ് കൂട്ടണം. കാലഘട്ടം ഇപ്പം എന്തോ 4 വർഷങ്ങൾക്ക് മുമ്പും ഓക്കെ, പിന്നെ പറയാം എന്തോ 2 വർഷങ്ങൾക്ക് ശേഷം, നിങ്ങൾ 6 എടുക്കണം. കാലഘട്ടങ്ങൾ തമ്മിൽ കൂട്ടണം. എന്ത് എഴുതണം? 6 എഴുതി. ഇക്വേഷൻ പ്രകാരം ഇത് വരുന്നത്. അതിലേക്കൊന്നും ഞാൻ ഇപ്പോൾ പോകുന്നില്ല, സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ പോകുന്നില്ല. കാര്യത്തിലേക്ക് അങ്ങ് പോവാം. ക്വസ്റ്റ്യൻ നമ്മൾ ടോപ്പിക് ബേസിൽ എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. അപ്പം 4 2 ഇപ്പം 2 മുന്നെയോ 2 ശേഷമോ, ഇപ്പം 4 വർഷത്തിന് മുന്നേ 2 വർഷത്തിന് മുന്നേ എന്ന് പറഞ്ഞാലോ, അല്ലെങ്കിൽ 4 വർഷത്തിന് ശേഷമോ 2 വർഷത്തിന് ശേഷമോ എന്ന് പറഞ്ഞാലോ നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് കുറയ്ക്കേണ്ടി വരും. ഇത് 1 മുന്നേ 1 ശേഷം, 1 4 വർഷം മുമ്പ്, 1 2 വർഷം ശേഷം. അതുകൊണ്ട് നമ്മളിത് കൂട്ടി. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഇനി നോക്കിയേ, 4 വർഷങ്ങൾക്ക് മുമ്പ് രാമുവിൻ്റെ റഹീം 1:3. ഓക്കെ, 2 വർഷങ്ങൾക്ക് ശേഷം രാമു ഈസ് റഹീം എന്ന് പറഞ്ഞാൽ 1:2. നമുക്കിവിടെ ആരെ കണ്ടുപിടിക്കണം? രാമുവിനെ കണ്ടുപിടിക്കണം. രാമുവിനെ ഒരു കാര്യമൂടെ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് കൂടെ. ഈ മുകളിൽ ഏത് കാലഘട്ടമാണോ നമ്മൾ എഴുതി വെച്ചേക്കുന്നത്, ഈ മുകളിൽ എഴുതിയേക്കുന്ന കാലഘട്ടം ഏതാണോ ആ കാലഘട്ടത്തിലെ വയസ്സേ നമ്മൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടത്തുള്ളൂ. ഏത് കാലഘട്ടമാണോ നമ്മൾ ചെയ്ത് കിട്ടുന്നത്, അത് കിട്ടുമ്പോൾ ഇവിടെ ചെയ്യുമ്പോൾ ഒരു ആൻസർ കിട്ടും. അപ്പോൾ ആ ആൻസർ എന്ന് പറഞ്ഞാൽ ഏത് കാലഘട്ടമാണോ ആ കാലഘട്ടത്തിലെ വയസ്സായിരിക്കും നമുക്ക് ഇവിടെ കിട്ടാൻ പോകുന്നത്. ഓക്കെ, ഇനി ഒറ്റ കാര്യമുള്ളൂ. നമ്മൾ ആരെ വയസ്സ് കണ്ടുപിടിക്കാൻ പോകുന്നത്? രാമുവിൻ്റെ വയസ്സ് കണ്ടുപിടിക്കാൻ പോകും. രാമുവിൻ്റെ വയസ്സ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എങ്കിൽ രാമുവിൻ്റെ വയസ്സ് എത്ര? രാമുവിൻ്റെ ഇപ്പോഴത്തെ വയസ്സ് എത്ര? ഇതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇങ്ങനെ ചോദിക്കുമ്പോൾ നിങ്ങൾ നോക്കിയാണ്ട് രാമുവിൻ്റെ വയസ്സ് കണ്ടുപിടിക്കാൻ പോവാം. രാമുവിൻ്റെ പേരാണ് നമ്മൾ ആദ്യം എഴുതിയേക്കുന്നത്. അതുകൊണ്ട് ഈ ആദ്യം കിടക്കുന്ന അംശം എന്തോ ആദ്യം എഴുതണം. 1 എന്നുള്ള അംശം എന്തോ എഴുതണം. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഇത് നമ്മൾ ഇക്വേഷൻ ബേസിൽ പറഞ്ഞുതരാം. വേറെ സെറ്റപ്പ് ഒക്കെ പറഞ്ഞുതരാം. തൽക്കാലം ഈ ക്വസ്റ്റ്യൻ ചെയ്ത് ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നിങ്ങൾ തൽക്കാലം നോക്കിക്കോ. ഈ 1 രാമുവിൻ്റെ അംശം എന്തോ എഴുതണം. ഇൻറ്റു നമ്മളൊരു പറയുന്ന ഒരു കാലഘട്ടം 6 എന്ന് ഇവിടെ എഴുതി വെച്ചിട്ടില്ലയോ, അതങ്ങ് എഴുതണം. ഇൻറ്റു. ക്ലിയർ ആണല്ലോ? അപ്പോൾ എന്ത് ചെയ്യണം? ആദ്യം രാമുവിൻ്റെ വയസ്സ് എഴുതണം, പിന്നെ അവർ പറയുന്ന കാലഘട്ടം എഴുതണം. ഓക്കെ ആണല്ലോ? ഇൻറ്റു രാമുവിൻ്റെ റേഷ്യോ എഴുതി, പറയുന്ന കാലഘട്ടം എഴുതി. പിന്നെ അതിനുശേഷം ചെയ്യേണ്ടത് ഈ താഴെ നമ്മൾ എഴുതിയേക്കുന്ന സംഖ്യ ഉണ്ടല്ലോ, അത് തമ്മിലുള്ള വ്യത്യാസം എടുക്കണം. വലുതിൽ നിന്നേ ചെറുത് കുറയ്ക്കാവുള്ളൂ. താഴെ എഴുതുന്ന സംഖ്യകളുടെ വലുതിൽ നിന്ന് വ്യത്യാസം. അപ്പോൾ എന്താ? ഈ 2ൽ നിന്ന് 1 കുറയ്ക്കുക. 2 - 1 വ്യത്യാസം എടുത്ത് താഴെ 2ൽ 1 2 - 1. അപ്പോൾ 1 എഴുതി, കാലഘട്ടം എഴുതി, 2 - 1 ഡിവൈഡഡ് ബൈ. ഇനി ഇവിടെ ചെയ്യേണ്ട ഒരു പരിപാടി, ഇത് നമ്മൾ ക്രോസ് ചെയ്ത് ഗുണിക്കണം. ഈ 1ഉം 2ഉം ക്രോസ് ചെയ്ത് ഗുണിക്കണം, 1ഉം 3ഉം ക്രോസ് ചെയ്ത് ഗുണിക്കണം, 1ഉം 2ഉം ക്രോസ് ചെയ്ത് ഗുണിക്കണം, 1ഉം 3ഉം ക്രോസ് ചെയ്ത് ഗുണിക്കണം. ഓക്കെ ആണല്ലോ? ഈ 1ഉം 2ഉം ആദ്യം ഈ 1 × 2 2, 1 × 3 3. അപ്പോൾ 1 × 3 3 വലുത് വേണം ആദ്യം എഴുതാൻ, ചെറുത് രണ്ടാമത്. അപ്പോൾ എന്തോ 1 × 3 3, 1 × 2 2. അപ്പോൾ എന്തോ 1 × 3 വലുത്. 1 × 3 മൈനസ്. ഇപ്പോൾ 1 × 3 വലുതെങ്കിൽ അത് ആദ്യം എഴുതണം. 1 × 2 വലുതെങ്കിൽ അത് ആദ്യം എഴുതണം. വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കണം, മൈനസ് വരാൻ പാടില്ല. ഓക്കെ ആണല്ലോ? ഇത് 1 × 2. ഇത് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. ഫൈനൽ ആൻസർ അല്ല, ഇത് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടുമെന്ന് നോക്കാം. ഓക്കെ, ഒരു 6 ഈ ബ്രാക്കറ്റ് 6 ഇൻറ്റു 2ൽ നിന്ന് 1 കുറച്ചാൽ 1 ഡിവൈഡഡ് ബൈ ഒരു 3 മൈനസ് ഒരു 2 2. ഓക്കെ ആണല്ലോ? നമ്മളിത് ഇങ്ങോട്ട് എഴുതുമ്പോൾ ഇവിടെ ശ്രദ്ധിച്ചോണം. ഇവിടെ എഴുതേണ്ട കാര്യം എന്ന് വെച്ചാൽ 6 1 × 6 3ൽ നിന്ന് 2 കുറച്ചാൽ 1. 6/1 എന്ന് വെച്ചാൽ 6 എന്ന് കിട്ടും. 6/1 എന്ന് വെച്ചാൽ 6. എന്താ? 3ൽ നിന്ന് ഒരു 6 ഡിവൈഡഡ് ബൈ 3 - 2 എന്ന് വെച്ചാൽ 6 എന്ന് കിട്ടും. ഈ 6 എന്ന് പറയുന്നത് രാമുവിൻ്റെ വയസ്സാണ്. ഓക്കെ, ഈ 6 എന്ന് പറഞ്ഞ 6 വയസ്സാ രാമുവിൻ്റെ വയസ്സാണ്. ഞാൻ ഒരു കാര്യം പറഞ്ഞു, ഏത് കാലഘട്ടത്തെയാന്ന് വെച്ചാൽ 4 വർഷം മുമ്പുള്ള വയസ്സാണ്. രാമുവിന് 4 വർഷം മുമ്പ്, മേളിൽ എഴുതിയേക്കുന്ന കണ്ടീഷൻ 4 വർഷം മുമ്പുള്ള തന്നെയാണ്. ഈ 4 വർഷം മുമ്പാണ് രാമുവിൻ്റെ വയസ്സ് 6. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് രാമുവിൻ്റെ ഇപ്പോഴത്തെ വയസ്സ് എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. രാമുവിൻ്റെ 4 വർഷം മുമ്പ് രാമുവിന് 6 വയസ്സുണ്ടെങ്കിൽ ഇപ്പോഴെത്രയാണ്? പ്രസന്റ് ഏജ് എന്ന് പറയുന്നത് 6 + 4 = 10. എന്തോടോ 10 വയസ്സായിരിക്കും. മനസ്സിലായോ? ഇപ്പോഴത്തെ വയസ്സെന്ന് പറഞ്ഞാൽ എത്രയാണ്? 10 വയസ്സാണ്. കാര്യം 4 വർഷം മുമ്പാണ് അയാൾക്ക് 6 വയസ്സ്. ഇപ്പോഴെത്രയാണ്? ഒരു 4 വർഷം കൂടെ കഴിഞ്ഞിട്ടുണ്ട്, 4 വയസ്സ് കൂടെ കൂട്ടിയിട്ടുണ്ട്. 6 + 4 = അയാളുടെ ഇപ്പോഴത്തെ വയസ്സ് എന്ന് പറയുന്നത് 10 ആണ്. ഇത് ഇക്വേഷൻ പ്രകാരമൊക്കെയാണ് ചെയ്യുന്നത്. ഇത് ഇക്വേഷനൊക്കെ എഴുതിയിട്ട് തരാം. നമ്മൾ ടോപ്പിക് ബേസിൽ എടുക്കുമ്പോൾ പറഞ്ഞുതരാം. ഇനി വേണമെങ്കിൽ നമുക്കിത് ഓപ്ഷനിൽ നിന്നും കൂടെ ഒന്ന് ചെയ്ത് കയറാം. ഇത് ഓപ്ഷനിൽ നിന്ന് എങ്ങനെയാണ് ചെയ്ത് കയറുന്നത് ഒന്ന് വേണം ശ്രദ്ധിച്ചോ. ഇത് നമുക്ക് ഓപ്ഷനിൽ നിന്ന് ചെയ്യാം. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഓക്കെ, ഓപ്ഷനിൽ നിന്ന് കയറാം.
ഇതെല്ലാം ആരുടെ വയസ്സാന്ന് വെച്ചാൽ രാമുവിൻ്റെ വയസ്സാണ്. രാമുവിൻ്റെ വയസ്സ്. രാമുവിന് 4 വർഷം മുമ്പ് 4 വയസ്സാണെന്ന് വിചാരിച്ചു. രാമുവിന് 4 വർഷം മുമ്പ് 4 വയസ്സാണെന്ന് വിചാരിച്ചു. ഓക്കെ, ഒന്നാമത്തെ ഓപ്ഷൻ ചെയ്യോ. രാമുവിന് 4 വർഷം മുമ്പ് 4 വയസ്സ്. അല്ല സോറി, രാമുവിൻ്റെ ഇപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് രാമുവിൻ്റെ ഇപ്പോഴത്തെ വയസ്സ് എത്രയാണെന്നല്ലേ ചോദിക്കുന്നത്. രാമുവിൻ്റെ ഇപ്പോഴത്തെ വയസ്സ് എത്രയാണെന്ന് വെച്ചാൽ രാമുവിന് ഇപ്പോൾ 4 വയസ്സാണെങ്കിൽ 4 വർഷം മുമ്പ് രാമുവിൻ്റെ ഒന്നാമത്തെ ഓപ്ഷൻ പ്രകാരം രാമുവിൻ്റെ ഇപ്പോഴത്തെ വയസ്സ് 4 ആണെങ്കിൽ 4 വർഷം മുമ്പ് രാമുവിൻ്റെ വയസ്സ് 0ആണ്. 4 വർഷം മുമ്പ് രാമുവിൻ്റെ വയസ്സ് 0ആണ്. 0 വയസ്സ് വെച്ച് രാമു ജനിച്ചിട്ടില്ല എന്നേരം. അപ്പോൾ നമുക്കത് ചെയ്യാൻ പറ്റത്തില്ല. രാമു ജനിച്ചിട്ടേ ഇല്ല. ഈ തന്നിരിക്കുന്ന രാമുവിൻ്റെ ഇപ്പോഴത്തെ വയസ്സ് എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതെല്ലാം രാമുവിൻ്റെ ഇപ്പോഴത്തെ വയസ്സാണ്. ഇതിൽ ഒരെണ്ണം മാത്രമേ ഉള്ളൂ കറക്റ്റായിട്ട് ഈ പറഞ്ഞ കണ്ടീഷൻസ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഒന്നാമത്തേനകത്ത് എന്താണ് പറയുന്നത്, രാമുവിന് ഇപ്പോൾ 4 വയസ്സുണ്ട് എങ്കിൽ 4 വർഷം മുമ്പ് രാമുവിന് 0 വയസ്സ്. അപ്പോൾ രാമു ജനിച്ചിട്ടില്ല. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ എടുക്കാം. രാമുവിന് ഇപ്പോൾ 6 വയസ്സ്. രാമുവിൻ്റെ പ്രസൻറ്റ് ഏജ് എന്ന് പറയുന്നത് 6 വയസ്സാണ്. ഇപ്പോൾ 6 വയസ്സാണെങ്കിൽ 4 വർഷം മുമ്പ് ഇപ്പോൾ 6 വയസ്സുള്ള രാമുവിന് 4 വർഷം മുമ്പ് 2 വയസ്സുള്ളത്. 4 years ago 4 വർഷം മുമ്പ് അത്ര 6 - 4 = 2 വയസ്സാണ്. 2 വയസ്സാണ്. ഇപ്പോൾ രാമുവിന് 4 വർഷം മുമ്പ് 2 വയസ്സാണ്. രാമുവിന് 2 വയസ്സുണ്ടെങ്കിൽ രാമുവിൻ്റെ വയസ്സിൻ്റെ 3 മടങ്ങാണ് റഹീമിൻ്റെ വയസ്സ്. അപ്പോൾ റഹീമിന് എത്ര വയസ്സാണെന്ന് വെച്ചാൽ റഹീമിന് ആ സമയത്ത് ഈ 2ന്റെ 3 മടങ്ങ് 6 വയസ്സുണ്ടായിരിക്കും. 6 വയസ്സ്. ഓക്കെ ആണല്ലോ, 6 വയസ്സ്. അപ്പോൾ ഈ രാമുവിൻ്റെ വയസ്സിൻ്റെ 4 മടങ്ങ് റഹീമിൻ്റെ വയസ്സ് വന്നു, അല്ല 3 മടങ്ങ് റഹീമിൻ്റെ വയസ്സ് വന്നു. ഇനി എന്താ പറഞ്ഞേ, 2 വർഷം കഴിയുമ്പോൾ ഇപ്പോൾ 4 വയസ്സുണ്ട്. ഇപ്പോൾ 4 വയസ്സുണ്ട് ആർക്ക്? രാമുവിന് 6 വയസ്സുണ്ട്. റഹീമിനെന്ന് പറയുന്നത് 4 വർഷം മുമ്പ് എന്ന് പറയുന്നത് ഇയാളുടെ വയസ്സെന്ന് വെച്ചാൽ 2 വയസ്സാണ്. ആരുടെ വയസ്സ്? ഈ രാമുവിൻ്റെ വയസ്സ്. ആ സമയത്ത് എന്താണ്, 6 വയസ്സാണ്. ആരുടെ വയസ്സ്? റഹീമിൻ്റെ വയസ്സെന്ന് പറയുന്നത് 6 വയസ്സാണ്. ഇപ്പോൾ രാമുവിന് എത്ര വയസ്സുണ്ട്? 2 വയസ്സുള്ള. ഇപ്പോൾ എന്നുള്ള നമ്മൾ 6 എടുത്തിട്ടുണ്ട്. 4 കൂട്ടുമ്പോൾ എത്ര കിട്ടി? 6 വയസ്സാണ് ഇപ്പോൾ രാമുവിന്. ഓക്കെ, 4 വർഷം മുമ്പാണ് 6 വയസ്സായ റഹീമിന് 4 വർഷം മുമ്പ് 6 വയസ്സാണ് എങ്കിൽ ഇപ്പോൾ എത്ര വയസ്സാണ്? ഒരു 4 വയസ്സൂടെ കൂടുമ്പോൾ 10 വയസ്സാണ്. ഇപ്പോൾ 10 വയസ്സുണ്ട്. ഇപ്പോൾ 6 വയസ്സ് രാമുവിനും 10 വയസ്സ് റഹീമിനും ഉണ്ട്. ഓക്കെ, വീണ്ടും 2 വർഷം കഴിയുമ്പോൾ ഒരു കണ്ടീഷനാണ് പറഞ്ഞത്. ഇപ്പോൾ 2 വർഷം കഴിയുമ്പോൾ, ഇപ്പോൾ 6 വയസ്സുള്ള രാമുവിന് 2 വർഷം കൂടെ കഴിയുമ്പോൾ അത് 8 വയസ്സാവും. 10 വയസ്സുള്ള റഹീമിന് 2 വർഷം കൂടെ കഴിയുമ്പോൾ അത് 12 വയസ്സാവും. പറയുന്നത് 2 വർഷം കഴിയുമ്പോൾ രാമുവിൻ്റെ വയസ്സിൻ്റെ ഈ 2 മടങ്ങാണ് റഹീമിൻ്റെ വയസ്സെന്നാ. 2 വർഷം കഴിയുമ്പോൾ രാമുവിന് 8 വയസ്സുണ്ടെങ്കിൽ 8ന്റെ 2 മടങ്ങ് 16 വയസ്സ് റഹീമിന് വേണം. റഹീമിന് എത്ര വയസ്സേ ഉള്ളൂ? ഇവിടെ 10 വയസ്സേ ഉള്ളൂ. അതുകൊണ്ട് ആ ഓപ്ഷൻ തെറ്റാണ്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ഇപ്പോഴത്തെ എൻ്റെ ഫൈനൽ ആൻസർ ഇട്ടൊന്ന് ചെയ്ത് നോക്കാം. ഫൈനൽ ആൻസർ നമുക്ക് ഇവിടെ 10 എന്നുള്ള ഉത്തരം കിട്ടിയല്ലോ. 10 വെച്ചിട്ടൊന്ന് ചെയ്ത് നോക്കാം. നോക്കിയോ, ഇപ്പോൾ രാമുവിന് 10 വയസ്സ്. എങ്കിൽ 4 വർഷം മുമ്പ് 4 years ago രാമുവിന് എത്ര വയസ്സാണ്? ഇതിൽ നിന്ന് 4 വയസ്സ് കുറവായിരിക്കും. 10ൽ നിന്ന് 4 കുറച്ച് എത്രയാണോ? 6. എത്രയാണ്? 10ൽ നിന്ന് 4 കുറച്ച് 6. ആ സമയത്ത് 4 വർഷം മുമ്പ് രാമുവിന് എത്ര വയസ്സുണ്ടോ അതിൻ്റെ 3 മടങ്ങ് വയസ്സ് റഹീമിനുണ്ട്. അപ്പോഴത്തെ റഹീമിൻ്റെ വയസ്സ് എന്ന് വെച്ചാൽ ഇതിൻ്റെ 6ന്റെ 3 മടങ്ങ്. 6ന്റെ 3 മടങ്ങ് 18 വയസ്സുണ്ട്. 6ന്റെ 3 മടങ്ങ് 18 വയസ്സുണ്ട്. ഓക്കെ ആണേ. അതിൻ്റെ 3. ഇനി 4 വർഷം മുമ്പാണ് ആർക്ക്? രാമുവിന് 6 വയസ്സ്. അപ്പോൾ രാമുവിന് ഇപ്പോൾ എത്ര വയസ്സാണ്? ഒരു 4 വയസ്സോടെ കൂടി ഈ 10 വയസ്സാണ്. അപ്പോൾ രാമുവിൻ്റെ പ്രസൻറ്റ് ഏജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. എത്ര? 6 + 4 = 10 കിട്ടി. ഓക്കെ, അതേപോലെ തന്നെ റഹീമിന് 4 വർഷം മുമ്പാണ് 18 വയസ്സ് എങ്കിൽ റഹീമിൻ്റെ ഇപ്പോഴത്തെ വയസ്സെന്ന് വെച്ചാൽ 18ന്റെ കൂടെ 4 കൂടെ കൂട്ടണം. 18ന്റെ കൂടെ 4 കൂടുമ്പോൾ 22 വയസ്സുണ്ട്. റഹീമിന് ഇപ്പോൾ 22 വയസ്സുണ്ട്. 4 വർഷം മുമ്പ് 18, ഇപ്പോൾ 22. 4 വർഷം മുമ്പ് രാമുവിന് 10, ഇപ്പോൾ 6, അതിപ്പോൾ 10ആയി. ഇനി എന്താണ് പറയുന്നത്? 2 വർഷം കഴിയുമ്പോൾ ആഫ്റ്റർ 2 years 2 വർഷം കഴിയുമ്പോൾ 10 വയസ്സുള്ള രാമുവിന് 2 വയസ്സോട് കൂടുമ്പോൾ എത്ര ആവും? 12 വയസ്സാവും. അതേപോലെ തന്നെ റഹീമിന്
22 വയസ്സുള്ള റഹീമിന് 2 വർഷം കൂടെ കഴിയുമ്പോൾ 2 വയസ്സോടെ കൂടി 24 വയസ്സാവും. 24 വയസ്സ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഇവിടെ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത് 2 വർഷം കഴിയുമ്പോൾ റഹീമിന്റെ പ്രായം രാമുവിന്റെ പ്രായത്തിന്റെ 2 മടങ്ങ്. റഹീമിന്റെ പ്രായം രാമുവിന്റെ പ്രായത്തിന്റെ 2 മടങ്ങ്. 2 വർഷം കഴിയുമ്പോൾ രാമുവിന്റെ പ്രായം 22 ആണ്. 22 2 മടങ്ങാണ്, 12 ആണ്. 12 2 മടങ്ങാണ് 24. മനസ്സിലായോ? രാമുവിന്റെ 2 വർഷം മുമ്പ് 2 വർഷം കഴിയുമ്പോഴുള്ള വയസ്സ് 12 ആണെങ്കിൽ ആ 12 2 മടങ്ങാണ് 24 വയസ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ. അപ്പോൾ ഇതിന്റെ ആൻസർ എന്ന് പറഞ്ഞത് ഈ 10 എന്ന് പറയുന്ന ഓപ്ഷൻ ഇട്ട് കൊടുക്കുമ്പോൾ മാത്രമാണ് ഈ കണ്ടീഷൻസ് പറ്റും. ഇത് ഇത്രയും ഓപ്ഷനിൽ നിന്ന് തന്നെ കയറാനും ബുദ്ധിമുട്ട് വരുന്നത് 2 കാലഘട്ടങ്ങൾ പറയുന്നുണ്ട്. ഇത്ര വർഷങ്ങൾക്ക് മുമ്പും ഇത്ര വർഷങ്ങൾക്ക് ശേഷമുള്ള കാലഘട്ടം പറഞ്ഞുകൊണ്ട് പ്രസന്റ് ചോദിക്കുന്നതുകൊണ്ടാണ് ഇതിങ്ങനെ. ഇതിപ്പം ഓപ്ഷനിൽ നിന്ന് കയറുവാണെങ്കിൽ ഈ 2 കണ്ടീഷനും കറക്റ്റ് ആയിരിക്കണം. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞുള്ള റേഷ്യോ വെച്ച് നമുക്ക് ചെയ്യാം. അത് ഇക്വേഷൻ പോലെ ഞാൻ നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ. അതേപോലെ തന്നെ എക്സിറ്റ് ചെയ്യാനാണെങ്കിൽ നിങ്ങൾക്ക് 2-2.5 പേജിനോളം ചെയ്യാനുണ്ട്. എനിക്കായിട്ട് എളുപ്പം ഈ 2 മാർഗത്തിൽ ഏതെങ്കിലും ഒരെണ്ണമായിരിക്കും. ഓക്കെ ആണല്ലോ? ഓക്കെ. നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ഒരു ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് പോകാം. ഇത് ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് ജസ്റ്റ് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഒരു തീവണ്ടി 360 കിലോമീറ്റർ ദൂരം യാത്ര ചെയ്യാൻ 4 മണിക്കൂർ 30 മിനിറ്റ് എടുത്തു എങ്കിൽ തീവണ്ടിയുടെ ശരാശരി വേഗത എത്ര? ക്വസ്റ്റ്യൻ കണ്ടല്ലോ. ഒരു തീവണ്ടി 360 കിലോമീറ്റർ സഞ്ചരിക്കാൻ എത്ര സമയം എടുത്തുള്ളൂ? 4 മണിക്കൂർ 30 മിനിറ്റ് എങ്കിൽ തീവണ്ടിയുടെ ശരാശരി വേഗത അല്ലെങ്കിൽ ആവറേജ് സ്പീഡ് ഇത് എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് വളരെ എളുപ്പം ചെയ്യാം. ഒറ്റ സ്റ്റെപ്പിൽ നിന്റെ ആൻസർ നമ്മൾ ചെയ്യും. ഓക്കെ ആണല്ലോ? ഇത് എങ്ങനെയാണോ ചെയ്യുന്നത്? നോക്കിയേ. ഇവിടെ തീവണ്ടി സഞ്ചരിക്കുന്ന ദൂരം ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. എത്ര? 360 കിലോമീറ്റർ. ക്ലിയർ ആണല്ലോ? ദൂരം തന്നിട്ടുണ്ട് 360 കിലോമീറ്റർ. ഓക്കെ. സമയം തന്നിട്ടുണ്ട്. ടൈം തന്നിട്ടുണ്ട് 4 മണിക്കൂർ 30 മിനിറ്റ്. 4 മണിക്കൂർ 30 മിനിറ്റ് എന്ന് വെച്ചാൽ 4.5 മണിക്കൂർ. 4 മണിക്കൂർ 30 മിനിറ്റ് വെച്ചാൽ 4.5 മണിക്കൂർ. അപ്പം അതിനെ 4.5 മണിക്കൂർ എന്ന് എടുക്കാമല്ലോ. 4.5 മണിക്കൂർ. ഓക്കെ ആണല്ലോ? 4.5 മണിക്കൂർ. ഓക്കെ. ദൂരം 360 കിലോമീറ്റർ. 4 മണിക്കൂർ 30 മിനിറ്റ് എന്ന് വെച്ചാൽ 4.5 മണിക്കൂർ. ഇത് ഭിന്നസംഖ്യയിലാണ് കിടക്കുന്നത്. ഇത് എങ്ങനെ? ഏത് ഭിന്നസംഖ്യയിലാണ് കിടക്കുന്നത്? വിഷമ ഭിന്നത്തിലാണ് കിടക്കുന്നത്. അല്ല, മിശ്ര ഭിന്നത്തിലാണ് കിടക്കുന്നത്. ഇത് നമ്മൾ വിഷമ ഭിന്നത്തിലേക്ക് മാറ്റണം. ഇത് മിക്സഡ് ഫ്രാക്ഷൻ കിടക്കുന്നതിനെ ഇംപ്രോപ്പറിലേക്ക് നമ്മൾ മാറ്റാൻ പോകും. അതെങ്ങനെ മാറ്റുന്നത്? ഇത് ഗുണിക്കുക, ഇത് കൂട്ടുക, ഇത് ഗുണിച്ചിട്ട് ഇത് കൂട്ടുക. അപ്പൊ എങ്ങനെ ഗുണിക്കുക? 24 8 8 1 9. ഇത് ഗുണിക്കുക, ഇത് കൂട്ടുക. 24 8 8 1 9. 9/2 മണിക്കൂർ എന്ന് കിട്ടും. 9/2 മണിക്കൂർ എന്ന് കിട്ടും. അപ്പൊ എത്ര? 360 കിലോമീറ്റർ ദൂരമാണ് അത് സഞ്ചരിക്കുന്നത്. എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 9/2 മണിക്കൂർ എന്ന് വെച്ചാൽ 4.5 മണിക്കൂറിനെ മിക്സഡ് ആകുമ്പോൾ 24 8 1 9 9/2 മണിക്കൂർ. അപ്പൊ നമുക്ക് എന്തൊക്കെ കിട്ടി? ദൂരവും കിട്ടി, സമയവും കിട്ടി. നമ്മളോട് ചോദിച്ചേക്കുന്ന വേഗത, സ്പീഡ് കണ്ടുപിടിക്കാനല്ലേ മോനെ ചോദിച്ചേക്കുന്നേ? മോനെ, സ്പീഡ് കണ്ടുപിടിക്കാനും വേണ്ടി നമ്മളോട് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം? ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. സ്പീഡ് കണ്ടുപിടിക്കാൻ എന്തുവാ? ഡിസ്റ്റൻസ് ബൈ ടൈം. അപ്പൊ 360 കിലോമീറ്റർ ദൂരം 9/2 മണിക്കൂർ. നമുക്ക് സ്പീഡും കിട്ടി, ഡിസ്റ്റൻസും കിട്ടി, ടൈമും കിട്ടി. നമുക്ക് സ്പീഡാണ് വേണ്ടത്. അപ്പോൾ സ്പീഡ് കണ്ടുപിടിക്കാൻ ലൊക്കേഷൻ ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ഞാൻ പറഞ്ഞല്ലോ, സ്പീഡ് കണ്ടുപിടിക്കാൻ ലൊക്കേഷൻ ഡിസ്റ്റൻസ് ബൈ ടൈം. ഡിസ്റ്റൻസ് ഇവിടെ തന്നിട്ടുണ്ട് എത്ര? 360 കിലോമീറ്റർ. ബൈ ടൈം ഇവിടെ തന്നിട്ടുണ്ട് എത്ര? 9/2 മണിക്കൂർ തന്നിട്ടുണ്ട്. 9/2 മണിക്കൂർ. അപ്പൊ ദൂരം 360 കിലോമീറ്റർ, സമയം 9/2 മണിക്കൂർ. ദൂരം 360 കിലോമീറ്റർ. ഇവിടെ ഇത് കിലോമീറ്റർ ആണ്, ഇത് അവർ ആണ്. കിലോമീറ്ററിനോട് ചേരുന്ന യൂണിറ്റ് അവർ ആണ്. അത് ചേരും, കുഴപ്പമൊന്നുമില്ല. വരയുടെ താഴെ ഒരു ഭിന്നസംഖ്യ വന്നേക്കുക. നോക്കടാ, ഭിന്നസംഖ്യ. നമ്മൾ നീ ശ്രദ്ധിക്കണം. ഈ ഭിന്നസംഖ്യ 9/2 എന്നുള്ള ഭിന്നസംഖ്യ, വരയുടെ താഴെ ഒരു ഭിന്നസംഖ്യ ഹരിക്കാൻ വന്നാൽ അതിനെ തിരിച്ചിട്ട് ഗുണിക്കണം. ഹരിക്കാൻ വന്നാൽ എന്ത് ചെയ്യണം? തിരിച്ചിട്ട് ഗുണിക്കണം. അപ്പോൾ ഈ 9/2 നമ്മൾ തിരിച്ചിട്ട് ഗുണിക്കാൻ പോകും. അപ്പോൾ എന്ത് ചെയ്യണം? ഇതിന്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ 360 ഇൻറ്റു തിരിച്ചിടുമ്പോൾ 2 മുകളിലും പോവും, 9 താഴെയും വരും. 9 താഴെയും വരും. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ. ഇവിടെ വെട്ടാം. 1 9 9 4 9 36. 4 ഗുണം 2 8. ഇവിടെ 0
80 എന്ന് കിട്ടും. 80 മുകളിൽ കിലോമീറ്ററും താഴെ അവറും. കിലോമീറ്റർ ബൈ അവറിനെ കിലോമീറ്റർ പെർ അവർ എന്ന് എഴുതാം. കിലോമീറ്റർ ബൈ അവർ നമുക്ക് എന്ത് എഴുതാം? കിലോമീറ്റർ പെർ അവർ എന്ന് എഴുതാം. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 80 കിലോമീറ്റർ പെർ അവർ ആണ്. എന്താണ്? 80 കിലോമീറ്റർ പെർ അവർ. ശ്രദ്ധിച്ചോണം, നമ്മളിവിടെ സഞ്ചരിക്കുന്ന ദൂരം എന്ന് പറയുന്നത് 360 കിലോമീറ്ററും എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 9/2 മണിക്കൂർ എന്ന് വെച്ചാൽ 4.5 മണിക്കൂർ. ഈ 4.5 മണിക്കൂർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4.5 മണിക്കൂർ 9ന്റെ പകുതി. ഈ മണിക്കൂറിനെ, ഈ മിനിറ്റിനെ നമ്മൾ മണിക്കൂറിലോട്ട് മാറ്റുവാണ് ചെയ്തതെന്ന് വെച്ചാൽ മിനിറ്റ് എന്ന് വെച്ചാൽ 30 മിനിറ്റ് അല്ലേ ഉള്ളൂ. 30 മിനിറ്റിനെ മണിക്കൂറിലേക്ക് മാറ്റാൻ ഡിവൈഡഡ് ബൈ 60 കൊടുത്താൽ മതി. മിനിറ്റിനെ മണിക്കൂറിലേക്ക് മാറ്റാൻ ഡിവൈഡഡ് ബൈ 60. അപ്പോൾ എന്താണ് കാര്യം? എന്താ? ഒരു മണിക്കൂർ എന്ന് വെച്ചാൽ 30 മിനിറ്റ് ആണ്. 60 മിനിറ്റ്. ഒരു മണിക്കൂർ എന്ന് വെച്ചാൽ 60 മിനിറ്റ് ആണ്. അപ്പോൾ ഈ 30 മിനിറ്റിനെ മണിക്കൂറിലേക്ക് മാറ്റാൻ ഡിവൈഡഡ് ബൈ 60 കൊടുക്കും. നമുക്ക് വെട്ടി ചെറുതാക്കാം. ഒരു 30 30 2 30 60. അതാണ് ഒരു 30 30 2 30 60. നമുക്ക് എന്തായിട്ടോ എത്ര? 4.5 എന്നിട്ട് 4.5 എന്ന് വെച്ചാൽ 9/2. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ, ഇത് നമ്മൾ ഹരിക്കുന്നു. അപ്പോൾ 360 കിലോമീറ്റർ ദൂരമാണ് സഞ്ചരിക്കുന്നത്. ടൈം എന്ന് പറയുന്നത് 9.5 മണിക്കൂർ. 9/2 4.5 മണിക്കൂറാണ്. ഭിന്നസംഖ്യ ഹരിക്കാൻ വന്നാൽ തിരിച്ചിട്ട് ഗുണിക്കുക. 360നെ 9 വെച്ച് ഹരിക്കുമ്പോൾ നമുക്ക് എന്തുണ്ട്? 24 8 80 കിലോമീറ്റർ ആണ് നമ്മളുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഇത് നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാം. സ്പീഡ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ എന്താ 6ാം ക്ലാസ്സിൽ ഒരു ചാപ്റ്റർ ഉണ്ട്, വേഗതയുടെ. 6ആണോ 7ആണോ നോക്കുന്നില്ല, വേഗതയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. വേഗതയുടെ കണക്കുകൾ എന്നാണ് ചാപ്റ്ററിന്റെ പേര്. അതിനകത്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പറയുന്നുണ്ട്. ഓക്കെ ആണല്ലോ? യെസ്, നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. താഴെ തന്നിരിക്കുന്ന ഭിന്നസംഖ്യകളിൽ ഏറ്റവും വലുതേത്? ഇതാണ് ചോദിക്കുന്നത്. താഴെ തന്നിരിക്കുന്ന ഭിന്നസംഖ്യകളിൽ ഏറ്റവും വലിയ ഭിന്നസംഖ്യ ഏത്? ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമ്മൾക്ക് പല മാർഗങ്ങളുണ്ട്. ഒന്നുകിൽ നമ്മൾ മേളിലൊരു 0 കൊടുത്തിട്ട് ഇങ്ങനെ ഹരിച്ചു ചെയ്യും, അല്ലെങ്കിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നമ്മൾ ചെയ്യും. ഓക്കെ, അങ്ങനെ പല പല മാർഗങ്ങളുണ്ട്. ഈ ക്വസ്റ്റ്യനകത്ത് വളരെ സിമ്പിളായിട്ടൊരു മാർഗ്ഗം, ഇത് ചെയ്യൊന്നും വേണ്ട, ചെയ്യാതെ തന്നെ നമുക്ക് ആൻസർ കിട്ടും. നമ്മൾ ഏത് സംഖ്യ എഴുതിയാലും അതിൻ്റെ താഴെ എപ്പോഴും ഒരു 1 ഉണ്ട്. ഇപ്പോൾ ഈ 5 എന്ന് എഴുതിയാൽ 5/1, 10 എന്ന് എഴുതിയാൽ 10/1, അപ്പോൾ 100 എന്ന് എഴുതിയാൽ 100/1, A എന്ന് എഴുതിയാൽ A/1, എന്തെഴുതിയാലും അതിൻ്റെ താഴെ ഒരു 1 ഉണ്ട്. അപ്പോൾ ഈ 2 എന്ന് എഴുതിയാൽ 2/1 എന്നാണ് അർത്ഥം. 2/1 എന്ന് പറഞ്ഞാൽ 2 എന്നാണ് അർത്ഥം. 2/1 എന്ന് വെച്ചാൽ 2 എന്നാണ് അർത്ഥം. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ സാധാരണ ഭിന്നവും ഉണ്ട്, വിഷമ ഭിന്നവും ഉണ്ട്. സാധാരണ ഭിന്നത്തിൻ്റെ പ്രത്യേകത, അപ്പം നമ്മൾ അങ്ങനെയൊന്നും പറയുന്നില്ല, നിങ്ങൾക്കത് മനസ്സിലാവുന്ന കാര്യം ഇച്ചിരി എളുപ്പമാർഗ്ഗം ഞാൻ പറഞ്ഞുതരാം. താഴത്തെ സംഖ്യയെക്കാട്ടിലും താഴെ ഇരുന്ന സംഖ്യ, ഇതിനെ ഛേദം എന്നാണ് പറയുന്നത്, ഡിനോമിനേറ്റർ എന്ന് പറയും. ഇതിനെക്കാട്ടിലും വലിയ സംഖ്യയാണ് മുകളിലെങ്കിൽ അത് 1-നെക്കാട്ടിൽ വലുതായിരിക്കും. 1-നെക്കാട്ടിൽ വലുതായിരിക്കും. മേളത്തെയും താഴത്തെ സംഖ്യ 1 തന്നെ ആണെങ്കിൽ, ഇപ്പോൾ ഉദാഹരണം ഇപ്പം ഒന്നുകൂടെ പറയാം, 5/6, 5/6, 5-നെക്കാട്ടിൽ വലുതാണ് 6. ഇതിൻ്റെ അർത്ഥം ഇത് 1-നെക്കാട്ടിൽ വലുതെന്നുള്ളൊരു അർത്ഥമാണ് കാണിക്കുന്നത്. 1-നെക്കാട്ടിൽ വലുത്. ഇനി ഈ താഴെയുള്ള സംഖ്യയെക്കാട്ടിലും താഴത്തെ ഛേദം എന്ന് പറയുന്നത് മുകളത്തുള്ള സംഖ്യയെക്കാട്ടിൽ വലുതാണ്, താഴെയാണ് വലുത്. അല്ലെങ്കിൽ മേളത്തെ സംഖ്യ ചെറുതാണെങ്കിൽ, ഉദാഹരണം 5/3 എന്ന് പറഞ്ഞാൽ ഈ മേളത്തെ സംഖ്യ ചെറുതാണ്. എന്ന് വെച്ചാൽ അംശം ചെറുത്, ന്യൂമറേറ്റർ ചെറുതാണെങ്കിൽ അത് 1-നെക്കാട്ടിൽ ചെറുതാണ്. 1-നെക്കാട്ടിൽ ചെറുത്. അംശം വലുതാണെങ്കിൽ അത് 1-നെക്കാട്ടിൽ വലുതെന്നുള്ള അർത്ഥമാണ് കാണിക്കുന്നത്. അംശം ചെറുതാണെങ്കിൽ 1-നെക്കാട്ടിൽ ചെറുതെന്നുള്ള അർത്ഥമാണ് കാണിക്കുന്നത്. അംശവും ഛേദവും തുല്യമാണെങ്കിൽ 1 എന്നുള്ള അർത്ഥമാണ് കാണിക്കുന്നത്. ഉദാഹരണം 5/5. 5/5 എന്ന് പറഞ്ഞാൽ 1 എന്നുള്ള അർത്ഥമാണ് കാണിക്കുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അപ്പോൾ മുകളത്തെ സംഖ്യ വലുതാണെങ്കിൽ അത് 1-നെക്കാട്ടിൽ വലുത്, മേളത്തെ സംഖ്യ ചെറുതാണെങ്കിൽ അത് 1-നെക്കാട്ടിൽ ചെറുത്, മുകളിലും താഴെ ഒരേ സംഖ്യ ആണെങ്കിൽ 1. ഓക്കെ, നിങ്ങൾ നോക്കിയേ, ഈ 5-നെക്കാട്ടിൽ ചെറുതല്ലയോ 2? അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഇതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉത്തരം എപ്പോഴും 1-നെക്കാട്ടിൽ ചെറുതായിരിക്കും. അതേപോലെ 10-നെക്കാട്ടിൽ ചെറുതല്ലേ 7? അപ്പോൾ ഇതിൻ്റെ അർത്ഥവും ഇത് 1-നെക്കാട്ടിൽ ചെറുതാണ്. ഈ 4-നെക്കാട്ടിൽ ചെറുതല്ലേ 3? ഇത് 1-നെക്കാട്ടിൽ ചെറുതാണ്. 1-നെക്കാട്ടിൽ വലുതല്ലേ 2?
ഒന്നിനെക്കാട്ടിൽ വലുത് 2 എന്ന് പറഞ്ഞാൽ അത് ഒന്നിനെക്കാട്ടിലും വലുതാണ്, ഒന്നിനെക്കാട്ടിലും വലുതാണ്. അപ്പോൾ ഈ ഒരെണ്ണം മാത്രമാണ് മേളത്തെ സംഖ്യ വലുതുള്ളത്. ഇത് ഒന്നിനെക്കാട്ടിൽ വലുതെന്നുള്ള അർത്ഥമാണ് കാണിക്കുന്നത്. ഇതെല്ലാം ഒന്നിനെക്കാട്ടിൽ ചെറുതെന്നുള്ള ഒരു അർത്ഥമാണ് കാണിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ഒന്നിനെക്കാട്ടിൽ വലുത് ഇതാണ്. അപ്പോൾ ഇതെല്ലാം ഒന്നിനെക്കാട്ടിൽ ചെറുതാണ്. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന ഏറ്റവും വലുത് ഏതാണ്? ഏറ്റവും വലുത് അപ്പോൾ ഇത് തന്നെ, ഒന്നിനെക്കാട്ടിൽ വലുതായിട്ടുള്ള സംഖ്യ. ബാക്കി എല്ലാം ചെറുതാണ് നിൽക്കുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? വേറെ പ്രത്യേകിച്ച് ഒരു പരിപാടിയും ചെയ്യേണ്ട, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഒന്നും ചെയ്യേണ്ട. ഇതായിരിക്കും ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. 2 ആണ് ആൻസർ. ഓക്കെ ആണല്ലോ? ഓക്കെ, നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, നമ്മൾ മെൻ്റൽ എബിലിറ്റിക്കകത്തുള്ള ക്വസ്റ്റ്യനാണ്. ഉചിതമായ ബന്ധം കണ്ടെത്തുക. ഓക്കെ, ഇവിടെ മാർക്ക് എന്ന് പറഞ്ഞാൽ PDUN, എനിക്ക് സ്കോർ എത്ര? ഇതാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എന്താണ്ടേ, എം, ഇവിടുത്തെ ആദ്യ ലെറ്റർ എം, ഇവിടുത്തെ ആദ്യ ലെറ്റർ പി ആ. എം കഴിഞ്ഞ് NOP, 3 ലെറ്റർ. ഇവിടുന്ന് ഒരു 3 ലെറ്റർ കൂടുന്നതാണ്, 3 ലെറ്റർ കൂടുന്നതാണ് എന്തെന്ന് പറഞ്ഞത് പി. അവിടുത്തെ എ കഴിഞ്ഞാൽ ഇവിടുത്തെ ഡി ആ, BCD. ഇവിടുന്ന് ഒരു 3 ലെറ്റർ, എയിൽ ഒരു 3 ലെറ്റർ കൂടുന്നതാണ് ഇവിടുത്തെ ഡി എന്ന് പറയുന്നത്. നിങ്ങൾ നോക്കിയേ, RSTU, R കഴിഞ്ഞാൽ STU, 3 ലെറ്റർ. 6 കഴിഞ്ഞാൽ ഒരു 3 ലെറ്റർ കൂടെ തീരുന്നതാണ് ഇവിടെ തന്നെ U എന്ന് പറയുന്നത്. ആണല്ലോ? ഓക്കെ, അടുത്ത KLMN, മനസ്സിലാക്കി? LMN. ഓക്കെ ആണല്ലോ? ഇവിടുത്തെ 3 ലെറ്റർ, ഇവിടുന്ന് ഒരു 3 ലെറ്റർ കൂടെ കൂട്ടുന്നതാണ് ഇവിടെ നിന്ന് പറഞ്ഞത് N എന്ന് പറയും. ഓക്കെ, 3 ലെറ്റർ എന്ന് വെച്ചാൽ നമ്മുടെ ഇവിടുന്ന് ഓരോ 3 ലെറ്റർ കൂടുന്നതാണ് അപ്പുറത്തെ അടുത്തടുത്ത ലെറ്റർ വരുന്നത്, 3 ലെറ്റർ കൂടുന്നത്. എങ്കിൽ നമുക്ക് ഇവിടെ സ്കോർ. ഓക്കെ, ഇവിടുത്തെ എസ് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടുത്തെ സ്കോറാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. സ്കോർ എഴുതുമ്പോൾ ഇതിനും ബന്ധമായിട്ട് എങ്ങനെ എഴുതുന്നത്? STUV, 3 ലെറ്റർ കഴിയുമ്പോൾ VA. ഓക്കെ, അടുത്തത് CDEF, 3ാമത്തെ ലെറ്റർ F. ഓക്കെ ആണല്ലോ? OPQR ആണല്ലോ? R ആണല്ലേ? STU ആണല്ലോ? അപ്പോൾ VFRU നമ്മളുടെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ബി ഓപ്ഷൻ എന്ന് വെച്ചാൽ ഇവിടുന്ന് ഈ ആദ്യത്തെ ലെറ്ററിന്റെ ഓരോ 3 ലെറ്റർ കൂടുന്നതാണ് അപ്പുറത്തെ ലെറ്റർ വരുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇവിടുത്തെ മാർക്കിന് 3 ലെറ്റർ കൂടുമ്പോഴാണ് ഈ ആൻസർ വരുന്നത്. അതേപോലെ തന്നെ സ്കോറിന്റെ കൂടെ 3 ലെറ്റർ വീതം കൂടുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? അടുത്ത ലെറ്റർ കിട്ടുന്നത്. ക്ലിയർ ആയല്ലോ? ഓക്കെ, നമുക്ക് ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, യെസ്, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. അടുത്ത ക്വസ്റ്റ്യൻ, ഒറ്റയാനെ കണ്ടെത്തുക. ഒറ്റയാനെ ഇവിടെ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. എത്രയൊക്കെയാണ് ഇവിടെ സംഖ്യ തന്നിട്ടുണ്ട്? 3, 2, 3, 4, 5. ഇതിൽ ഒറ്റയാന ഏത്? ഇവിടെ ഒറ്റയാന നമുക്ക് സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ആൻസർ പറയാം. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 4 ആണ്. ഒറ്റയാന എന്ന് പറയുന്നത് 4 ആണ്. അപ്പം ഇതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ തന്നെ 2, 3, 5 ഒരു പ്രത്യേകത ഉണ്ട്. 2, 3, 5 അഭാജ്യ സംഖ്യകളാണ്, അല്ലെങ്കിൽ പ്രൈം നമ്പറാണ്. അഭാജ്യ സംഖ്യ അല്ലെങ്കിൽ പ്രൈം നമ്പർ. എന്താണ് അഭാജ്യ സംഖ്യ അല്ലെങ്കിൽ പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ ഒരു സംഖ്യയോ ഒന്നുകൊണ്ടോ ആ സംഖ്യ കൊണ്ടോ മാത്രമേ ഹരിക്കാൻ പറ്റത്തുള്ളെങ്കിൽ അത്തരം സംഖ്യ നമ്മൾ വിളിക്കുന്നതാണ് അഭാജ്യ സംഖ്യ അല്ലെങ്കിൽ പ്രൈം നമ്പർ. ഒരു സംഖ്യ ഒന്നുകൊണ്ടോ ആ സംഖ്യ കൊണ്ടോ മാത്രമേ ഹരിക്കാൻ പറ്റത്തുള്ളൂ, അത്തരം സംഖ്യയാണ് അഭാജ്യ സംഖ്യ അല്ലെങ്കിൽ പ്രൈം നമ്പർ. ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ 2 ആണ്. 2നെ 1 കൊണ്ടും 2 കൊണ്ടും മാത്രമേ ഹരിക്കാൻ പറ്റത്തുള്ളൂ. വേറെ ഏത് സംഖ്യ വെച്ച് ഹരിച്ചാലും പോയിന്റ് വരും. അടുത്തത് 3 ആണ്. 3നെ 1 കൊണ്ടും 3 കൊണ്ടും മാത്രമേ ഹരിക്കാൻ പറ്റത്തുള്ളൂ. വേറെ ഏത് സംഖ്യ വെച്ച് ഹരിച്ചാലും പോയിന്റ് വരും. മനസ്സിലായല്ലോ? അടുത്ത വരുന്ന 5 ആണ്. 5നെ 1 കൊണ്ട് 5 കൊണ്ടും മാത്രമേ ഹരിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതും അഭാജ്യ സംഖ്യയാണ്. വേറെ ഏത് സംഖ്യ വെച്ച് ഹരിച്ചാലും പോയിന്റ് വരും. പക്ഷെ 4നെ 1 കൊണ്ടും ഹരിക്കാം, 2 കൊണ്ടും ഹരിക്കാം, 4 കൊണ്ടും ഹരിക്കാം. ക്ലിയർ ആവുന്നുണ്ടല്ലോ? 1 കൊണ്ടും 2 കൊണ്ടും 4 കൊണ്ടും ഹരിക്കാൻ പറ്റും. അപ്പോൾ അതൊരു ഭാജ്യ സംഖ്യ അല്ലെങ്കിൽ കോമ്പോസിറ്റ് നമ്പറാണ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അപ്പോൾ ഇത് 3ഉം പ്രൈമും ഇത് കോമ്പോസിറ്റുമാണ്. അപ്പോൾ അല്ലെങ്കിൽ ഇത് 3ഉം അഭാജ്യവും ഇത് ഭാജ്യ സംഖ്യയുമാണ്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇവിടെ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 4 ആണ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ, നമുക്ക് ഇനി എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യൻ. ഇത് വളരെ സിമ്പിളായിട്ട്, ഇതൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് പോകാം. ഓക്കെ ആണല്ലോ? യെസ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ അടുത്ത ക്വസ്റ്റ്യൻ, 2 സംഖ്യകളിൽ ആദ്യത്തേത് രണ്ടാമത്തേതിൻ്റെ 5 ഇരട്ടിയാണ്. സംഖ്യകളുടെ തുക 96 ആയാൽ ചെറിയ സംഖ്യ ഏത്? ഇതാണ് ക്വസ്റ്റ്യൻ. 2 സംഖ്യകളിൽ ആദ്യത്തേത് രണ്ടാമത്തിൻ്റെ 5 ഇരട്ടിയാണ്. സംഖ്യകളുടെ തുക 96 ആയാൽ ചെറിയ സംഖ്യ എത്ര? ഇതാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? നമുക്കിത് എളുപ്പം ചെയ്യാം. ചെറിയ സംഖ്യ എന്ന് പറയുന്നത് x എന്ന് എടുക്കണം. ചെറിയ സംഖ്യ
ചെറിയ സംഖ്യ എക്സ് ആണെങ്കിൽ അപ്പോൾ രണ്ടാമത്തെ സംഖ്യ എന്ന് പറയുന്നത് വലിയ സംഖ്യ അതിൻ്റെ 5 മടങ്ങാണ്. മനസ്സിലായോ? രണ്ട് സംഖ്യകളിൽ ആദ്യത്തേത് രണ്ടാമത്തേതിൻ്റെ 5 ഇരട്ടിയാണ്. ആദ്യത്തേത് രണ്ടാമത്തിൻ്റെ 5 ഇരട്ടിയാകുമ്പോൾ 5 ഇരട്ടിയാണ് വലുത്. ഒരു ഇരട്ടി ഒരു മടങ്ങ് ഒരു ഭാഗമുള്ളത് ചെറുതാണ്. അപ്പോൾ എന്താ വലിയ സംഖ്യ എന്ന് പറയുന്നത് ഇതിൻ്റെ 5 മടങ്ങാണ്. ഈ ചെറിയ സംഖ്യയുടെ 5 മടങ്ങ് എന്ന് വെച്ചാൽ 5x ആണ്. ക്ലിയർ ആണല്ലോ? ചെറിയ സംഖ്യ x ആണെങ്കിൽ വലിയ സംഖ്യ 5x. സംഖ്യകളുടെ തുക എന്ന് വെച്ചാൽ രണ്ടും കൂടെ കൂട്ടുന്നത് 96. സംഖ്യകളുടെ തുക 96. അപ്പോൾ എന്താ ചെറിയ സംഖ്യ എക്സും വലിയ സംഖ്യ 5x ഇതൂടെ കൂട്ടുന്നതാണ് 96. ചെറിയ സംഖ്യ എക്സും വലിയ സംഖ്യ 5x രണ്ടും കൂടെ കൂട്ടുന്നതാണ് 96. അപ്പോൾ 5x ഒരു x കൂടെ കൂടുമ്പോൾ എത്ര ഇട്ടോ 6x. ഈ 6x എന്ന് പറയുന്നതാണ് 96. 6x എന്ന് പറയുന്നതാണ് 96. എങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എക്സിന്റെ വില എത്ര എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. എക്സിന്റെ വില x ആണ് ചെറിയ സംഖ്യ. അത് കണ്ടുപിടിക്കണമെങ്കിൽ 6 ഇവിടെ ഗുണിച്ചേക്കുക. ഇപ്പുറത്ത് വരുമ്പോൾ ഹരിക്കണം. അപ്പോൾ എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് 96 ഡിവൈഡഡ് ബൈ 6 6 36 16 രൂപ എന്നിട്ട് എത്രയാണ് ചെറിയ അല്ല 16 രൂപ അല്ല ചെറിയ സംഖ്യ എന്ന് പറഞ്ഞാൽ 16 ആണ്. ചെറിയ സംഖ്യ 16. നമ്മുടെ ആൻസർ 16 ആണ്. എൻ്റെ ആൻസർ നമ്മുടെ ആൻസർ 16 ആണ്. നമ്മളോട് ഇനി ചോദിക്കുന്നത് വലിയ സംഖ്യ എത്ര എന്നാണ് ചോദിക്കുന്നതെങ്കിൽ വലിയ സംഖ്യ എന്നാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി 5x കണ്ടുപിടിച്ച 5x. അപ്പോൾ എത്ര ഇട്ടോ എക്സിന്റെ വില 16 ആകുമ്പോൾ 16 × 5 16 5 80 ആയിരിക്കും. മനസ്സിലായോ? ചെറിയ സംഖ്യ 16 വലിയ സംഖ്യ 80. 80ഉം 16ഓട് കൂടുമ്പോൾ നമുക്ക് എത്ര കിട്ടണം? ഈ 96 കിട്ടിയേ വേണം. 96 ക്വസ്റ്റ്യൻ പ്രകാരമുള്ള 96 കിട്ടിയേ വേണം. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വീണ്ടും ഒന്നുകൂടെ പറയുകയാണ്. രണ്ട് സംഖ്യകൾ ചെറുത് ഒന്ന് മറ്റേതിൻ്റെ 5 മടങ്ങാണെന്ന് പറയാം. അപ്പോൾ ചെറിയ സംഖ്യ x വലിയ സംഖ്യ 5x. ചെറിയ സംഖ്യ x വലിയ സംഖ്യ 5x ആണ്. ഓക്കെ ആണല്ലോ? ഈ രണ്ടുകൂടെ കൂട്ടും 5xും x കൂടെ കൂടുമ്പോൾ 6x എന്ന് പറയുന്നതാണ് സംഖ്യകളുടെ തുകയായ 96. ഓക്കെ ആണല്ലോ? അപ്പോൾ 6x 96 ആയാൽ എക്സിന്റെ വില എത്ര? അപ്പോൾ എന്താണ് 6 ഇവിടെ ഗുണിച്ചേക്കുവാണ്. ഇപ്പുറത്ത് വരുമ്പോൾ ഹരിക്കുമ്പോൾ 16 എന്ന് വെച്ചാൽ ചെറിയ സംഖ്യ 16 ആണ്. വലുതെന്ന് ചോദിച്ചാൽ നമ്മൾ 5x എടുക്കണം, 80 എടുക്കണം. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ. നമുക്കിനി മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റിക്കകത്ത് ബാക്കിയുള്ള എല്ലാം വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ് എല്ലാം ഉള്ളത്. ഓക്കെ. നമുക്ക് നേരത്തെ പറഞ്ഞ ഇന്നത്തെ ഇനി ഇച്ചിരി അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് പലരും ഡൗട്ട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. നമുക്കത് ചെയ്യാം. ഓക്കെ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. ഒരാൾ തൻ്റെ വീട്ടിൽ നിന്നും 300 മീറ്റർ തെക്കോട്ട് നടന്നു. പിന്നീട് ഇടത്തോട്ട് തിരിഞ്ഞ് 100 മീറ്റർ പോയ ശേഷം വലത്തോട്ട് തിരിഞ്ഞ് 200 മീറ്റർ സഞ്ചരിച്ച് വീണ്ടും വലത്തോട്ട് തിരിഞ്ഞ് 100 മീറ്റർ നടന്നാൽ അയാൾ വീട്ടിൽ നിന്നും ഏത് ദിശയിൽ എത്ര അകലെയാണ്? ക്വസ്റ്റ്യൻ കണ്ടല്ലോ. ഇത് കാര്യമൊന്നുമില്ല. ഇത് നമ്മുടെ ഡയറക്ഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിനകത്തെയാണ്. ഡയറക്ഷൻ ദിശ എന്ന് പറയുന്ന ടോപ്പിക്കിനകത്തെയാണ്. ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു ഡയറക്ഷൻ വരച്ചാൽ ഒരു ദിശ വരച്ചാൽ കണ്ടേ മുകളിലുള്ള ഭാഗം എപ്പോഴും വടക്കായിരിക്കും. മുകളിൽ വടക്ക്. താഴെ വരുന്ന ഭാഗം എപ്പോഴും തെക്കായിരിക്കും. നമ്മുടെ വലതയുടെ അടുത്ത് വരുന്നത് എപ്പോഴും കിഴക്കായിരിക്കും. ഇടതയുടെ അടുത്ത് വരുന്നത് പടിഞ്ഞാറായിരിക്കും. ഇതാണ് 4 ഡയറക്ഷൻ. ഒരാൾ മുകളിലുള്ളത് വടക്ക്, താഴെ തെക്ക്, വലതെടുത്ത് കിഴക്ക്, ഇടതെടുത്ത് പടിഞ്ഞാറ്. 4 ഡയറക്ഷൻസ് ആയല്ലോ. എപ്പോഴും യാത്ര പുറപ്പെടാൻ പറഞ്ഞാൽ ഈ 4 കൂടെ കവലയിൽ നിന്ന് പുറപ്പെടാമെങ്കിൽ നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും യാത്ര ചെയ്യാം. ഇവിടുന്ന് യാത്ര ചെയ്യാൻ പറഞ്ഞാൽ എവിടെ എങ്ങോട്ട് വേണമെങ്കിലും പോകാം. ഓക്കെ. ഇനി ഒരാൾ വലത്തേക്ക് ഇടത്തേക്ക് എന്ന് പറഞ്ഞാൽ പരീക്ഷാളിൽ കിടന്ന് കറങ്ങിയൊന്നും ചെയ്യരുത്. ഈ പേന വെച്ചങ്ങ് തിരിച്ചാൽ മതി. ഒരാൾ വലത്തേക്ക് തിരിയാൻ പറഞ്ഞാൽ ഒരു 90 ഡിഗ്രി വേണ്ട ക്ലോക്കിലെ സൂചിയുണ്ട്. വലത്തേക്ക് തിരിയാൻ പറഞ്ഞാൽ 90 ഡിഗ്രി ക്ലോക്കിലെ സൂചി തിരിയുന്ന ഡയറക്ഷനിലേക്ക് തിരിയണം. ഇതിനെ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഇടത്തേക്ക് ഞാൻ പറഞ്ഞാൽ ക്ലോക്കിലെ സൂചിക്ക് എതിരെ തിരിയണം. അതിനെ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്നാണ് പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? നമുക്കിതിനെ വിശദമായിട്ട് ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ. നമുക്കിപ്പോൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ എന്താ? ഒരാൾ യാത്ര പുറപ്പെട്ടത് ഇവിടെ നിന്നാണ് യാത്ര പുറപ്പെട്ടത്. അയാൾ എങ്ങോട്ട് പോകുന്നു? ഒരാൾ തൻ്റെ വീട്ടിൽ നിന്ന് 300 മീറ്റർ തെക്കോട്ട് നടന്നു. ഇതാണല്ലോ തെക്ക്. സൗത്തിലേക്ക് അയാൾ നടക്കുന്നുണ്ട്. 300 മീറ്റർ തെക്കോട്ട് നടക്കാൻ പോകും. ഓക്കെ. യെസ്. ഒരു 300 മീറ്റർ അയാൾ തെക്കോട്ട് നടന്നു. 300 മീറ്റർ തെക്കോട്ട് നടന്ന് ഇവിടെ കൊണ്ട് പേന കൊണ്ടത് അതേപോലെ കൊണ്ട് വെക്കുക. പേന ഇങ്ങനെ തന്നെ വെക്കുക. അയാൾ വന്ന രീതിയിൽ തന്നെ വെക്കുക. പിന്നെ എന്ത് ചെയ്യുന്നു? അയാൾ തെക്കോട്ട് നടന്നതിന് ശേഷം നടക്കുന്നു. പിന്നീട് അയാൾ ഇടത്തോട്ട് തിരിഞ്ഞ് 100 മീറ്റർ നടന്നു. ഇടത്തോട്ട് തിരിഞ്ഞ് 100 മീറ്റർ നടന്നു. അപ്പോൾ എന്താ? ക്ലോക്കിലെ സൂചിക്കെതിരെ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തിരിയണുണ്ട്. ക്ലോക്കിലെ സൂചിക്കെതിരെ തിരിഞ്ഞു. എത്ര മീറ്റർ നടന്നു? ഒരു 100 മീറ്റർ നടന്നു. ഒരു 100 മീറ്റർ. ഇതൊരു 100 മീറ്ററാണ്. ഓക്കെ ആണല്ലോ? ഒരു 100 മീറ്റർ. ഓക്കെ. ഇവിടെ ഇരിക്കുന്ന ആൾ എങ്ങനെ ചെയ്യുന്നു? ഇവിടെ കൊണ്ട് പേന ഇങ്ങനെ വെക്കുക. പിന്നെ അയാൾ എങ്ങോട്ട് ചെയ്യുന്നു?
തിരിഞ്ഞതിന് ശേഷം വലത്തോട്ട് തിരിഞ്ഞ് 200 മീറ്റർ, വലത്തോട്ട് വെച്ചാൽ ക്ലോക്കിലെ സൂചി തിരിയുന്നല്ലോ, ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തിരിയണം. തിരിഞ്ഞിട്ട് എത്രയാണ്? ഒരു 200 മീറ്റർ സഞ്ചരിച്ചുകൊണ്ട് ഒരു 200 മീറ്റർ സഞ്ചരിച്ചു. ഓക്കെ, 200 മീറ്റർ സഞ്ചരിച്ചു. ഓക്കെ, വീണ്ടും പേന കൊണ്ട് വെക്കുക. വീണ്ടും എന്താണ്? വീണ്ടും അയാൾ വലത്തോട്ട് തിരിഞ്ഞു 100 മീറ്റർ. വീണ്ടും ഇങ്ങനെ തന്നെ പേന വെക്കുക. ക്ലോക്കിലെ സൂചി ഇരിയുന്നല്ല, വലത്തേക്കാണ് ക്ലോക്കിലെ സൂചി ഇരിയുന്ന പോലെ തിരിഞ്ഞു. തിരിഞ്ഞിട്ട് എത്ര? 100 മീറ്റർ സഞ്ചരിച്ചു. 100 മീറ്റർ സഞ്ചരിച്ചു. ഈ അകലം 100 മീറ്ററാണ്. ഈ അകലം 100 ആണെങ്കിൽ ദാ ഇവിടുത്തെ ഈ അകലവും എത്ര തന്നെ ആയിരിക്കും? 100 മീറ്റർ തന്നെ ആയിരിക്കും. 100 മീറ്റർ. ഓക്കെ ആണല്ലോ? 100 മീറ്റർ. ഈ അകലവും 100 മീറ്റർ ആണ്. ഈ അകലം 100 ആയതുകൊണ്ട് ഇത് 100 തന്നെയാണ്. ഓക്കെ, ഇനി ചോദിച്ചേക്കുന്ന അയാൾ തൻ്റെ വീട്ടിൽ നിന്നും ഏത് ദിശയിൽ എത്ര അകലെ? അപ്പോൾ അയാളുടെ വീട് ഇതാണ്. വീടിൽ നിന്നും ഏത് ദിശയിൽ എന്ന് പറഞ്ഞാൽ ഈ ദിശയിൽ, ഇവിടെ നമ്മൾ പറഞ്ഞല്ലോ സൗത്ത്, ഈ ദിശയിലാണ് അയാൾ നിൽക്കുന്നത്. അപ്പോൾ സൗത്തിലാണ് അയാൾ നിൽക്കുന്നത്. ഈ വീട്ടിൽ നിൽക്കുന്ന ഒരാൾ നോക്കുമ്പോൾ അയാൾ തെക്ക് നിൽക്കുന്നു എന്നാണ് തോന്നുന്നത്. ഓക്കെ, ഇനി എന്താണ് ചോദിച്ചേക്കുന്നത്? അയാൾ എത്ര അകലെ? ഇവിടെ ആണല്ലോ നിൽക്കുന്നത്. ഇവിടെ നിന്നാണ് യാത്ര ഉറപ്പെട്ട അയാൾ ഇവിടാണ് നിൽക്കുന്നത്. ഈ അകലമാണ് കണ്ടുപിടിക്കേണ്ടത്. ഈ അകലം. ഓക്കെ, ഈ നീളം എന്ന് വെച്ചാൽ 300. ഇതെത്ര? 200. അപ്പോൾ ഇത് എത്ര ആയിരിക്കും? ഇത് 200 ആയിരിക്കും. മനസ്സിലായ? ഇവിടെ ഇത് 300, ഇവിടം വരെ 300. ഈ അകലം 300. ഈ അകലം എന്ന് പറയുന്നത് 200. അപ്പോൾ ഈ 300ഉം ഈ 200ഓട് കൂടുമ്പോൾ ടോട്ടൽ 300 പ്ലസ് 200. 300 പ്ലസ് 200 സമയത്ത് കിട്ടി 500 മീറ്റർ. ഇത് 200ഉം ഈ 300ഉം ഈ 200 കൂടുമ്പോൾ 500. അയാൾ 500 മീറ്റർ ആണ്. ഏത് ദിക്കയിലാണെന്ന് വെച്ചാൽ തെക്കാണ്. 500 മീറ്റർ തെക്കാണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അയാൾ വീട്ടിൽ നിന്നും 500 മീറ്റർ അകലെ, ഏത് വീട്ടിൽ നിന്ന് നോക്കിയാൽ അയാൾ തെക്ക് വശത്ത് ഇവിടാണ് നിൽക്കുന്നത്. ഇവിടെ നിൽക്കുന്ന തെക്കാണ്. ആൻസർ 500 മീറ്റർ തെക്കാണ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ, നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ക്ലോക്കിലെ സമയം 5:10 ആയാൽ പ്രതിബിംബത്തിലെ സമയം എത്രയായിരിക്കും? ഒരു ക്ലോക്കിലെ സമയം 5:10 ആയാൽ പ്രതിബിംബത്തിലെ സമയം എത്ര ആയിരിക്കും? ഇതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു ക്ലോക്കിലെ യഥാർത്ഥ സമയം തന്നിട്ട് കണ്ണാടിയിലെ പ്രതിബിംബത്തിലെ സമയം ചോദിച്ചാലും, പ്രതിബിംബത്തിലെ സമയം തന്നിട്ട് യഥാർത്ഥ സമയം ചോദിച്ചാലും, പറയുന്ന സമയം 1 മണിക്ക് ശേഷവും 11 മണിക്ക് ഇടയിലുമാണെങ്കിൽ, 1 മണിക്ക് ശേഷവും 11 മണിക്ക് ഇടയിലുമാണ് എങ്കിൽ നിങ്ങൾ അതിനെ 11:60 നിന്ന് കുറച്ചെടുക്കണം. എത്രയെന്ന് കുറയ്ക്കണം? 11:60 നിന്ന്. ഇനി 11 മണി മുതൽ 1 മണി വരെയുള്ള സമയമാണ് പറയുന്നതെങ്കിൽ, എത്രയാണ്? 11 മണി മുതൽ 1 മണി വരെയുള്ള സമയമാണ് അത് പറയുന്നതെങ്കിൽ നിങ്ങൾ അതിനെ 23:60 നിന്നും കുറയ്ക്കണം. 23:60. അപ്പോൾ എന്തുവാ? 1 മണിക്ക് ശേഷവും 11 മണിക്കിടയിൽ എത്ര? 11:60 അല്ലേ? 11:60. ഇവിടെ പറഞ്ഞ സമയം എത്രയാണ്? 5:10 എന്നാണ് പറഞ്ഞത്. 5:10. ഈ 5:10 എന്ന് പറയുമ്പോൾ, എത്ര? 1 മണിക്ക് ശേഷവും 11 മണിക്ക് ഇടയിലുമാണ്. അപ്പോൾ നമ്മൾ എത്രയിൽ നിന്ന് കുറയ്ക്കണം? 11:60 നിന്ന് കുറയ്ക്കണം. എത്ര കുറയ്ക്കണം? 11:60 നിന്ന് കുറയ്ക്കണം. എന്താണ് കുറയ്ക്കേണ്ടത്? 5:10 അല്ലേ കുറയ്ക്കേണ്ടത്? 5:10 കുറയ്ക്കണം. 11:60 എത്ര കുറയ്ക്കണം? 5:10 കുറയ്ക്കണം. അപ്പോൾ എന്തുവാ? 11:60ഉം 5:10ഉം. ഓക്കെ, അപ്പോൾ 60 നിന്ന് 10 കുറച്ചാൽ 50. ഓക്കെ, 11 നിന്ന് 5 കുറച്ച് കഴിഞ്ഞാൽ എത്ര ഇട്ടോ? 6 എന്ന് കിട്ടും. ആൻസർ 6:50 എന്നാണ് നമ്മുടെ ആൻസർ. എ ഓപ്ഷൻ എന്ന് വെച്ചാൽ 6:50 ആണ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം. ഒരു ക്ലോക്കിലെ യഥാർത്ഥ സമയം എന്നത് കണ്ണാടിയിലെ പ്രതിബിംബത്തിലെ സമയം ചോദിച്ചാലും, പ്രതിബിംബത്തിലെ സമയം എന്നത് യഥാർത്ഥ സമയം ചോദിച്ചാലും, പറയുന്ന സമയം 1 മണിക്ക് ശേഷവും 11 മണിക്ക് ഇടയിലുമാണെങ്കിൽ 11:60 എന്ന് കുറയ്ക്കണം. 11 മണി മുതൽ 1 മണി വരെയുള്ള സമയമാണെങ്കിൽ 23:60 എന്ന് കുറയ്ക്കണം. ഇത് 1 മണിക്ക് ശേഷവും 11 മണിക്ക് ഇടയിലുള്ള ഭാഗമാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ എത്രയെന്ന് കുറച്ചു? 11:60 നിന്ന് 5:10 കുറച്ചു. അപ്പോൾ ആൻസർ 6:50 ആണ് ആൻസർ വരുന്നത്. ഓക്കെ ആണല്ലോ? നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. അടുത്ത ക്വസ്റ്റ്യൻ ഇവിടെ പറയുന്നത് 3 പെൻസിലിനും 4 പേനയ്ക്കും കൂടി 66 രൂപയാണ് വില. 6 പെൻസിലിനും അതേപോലെ തന്നെ 3 പേനയ്ക്കും കൂടി 72 രൂപയാണ് വില എങ്കിൽ ഒരു പേനയുടെ വില എത്ര? ക്വസ്റ്റ്യൻ നോക്കിയേ. 3 പെൻസിലിനും 4 പേനയ്ക്കും കൂടി 66 രൂപയാണ് വില. 6 പെൻസിലിനും 3 പേനയ്ക്കും കൂടി 72 രൂപയും എങ്കിൽ ഒരു പേനയുടെ വില എന്ത്? മനസ്സിലായല്ലോ? 3 പെൻസിൽ 4 പേന, 6 പെൻസിൽ 3 പേന. ഓക്കെ ആണല്ലോ? നിങ്ങളിവിടെ ചെയ്യേണ്ട രീതി എന്ന് വെച്ചാൽ, ഒരു പെൻസിലിൻ്റെ വില എക്സ് എന്നും പേനയുടെ വില വൈ എന്നും എടുക്കാം. ഒരു പെൻസിലിൻ്റെ വില എക്സ് എന്നും പേനയുടെ വില വൈ എന്നും കൊടുക്കുക. ക്ലിയർ ആവുന്നുണ്ടല്ലോ? പെൻസിലിന്റെ വില എക്സും പേനയുടെ വില വൈയും. ഇനി എന്താണ് ഇവിടെ ക്വസ്റ്റ്യൻ പറയുന്നത്? 3 പെൻസിൽ. അപ്പോൾ ഒരു പെൻസിലിന്റെ വില എക്സ് ആണെങ്കിൽ 3 പെൻസിലിന്റെ വില എത്ര? 3x. ഒരു പെൻസിലിന്റെ വില എക്സ് ആണെങ്കിൽ 2 പെൻസിലിന്റെ വില 2x, 3 പെൻസിലിന്റെ വില 3x. ഓക്കെ,
4 പേന, ഒരു പേനയുടെ വില y ആണെങ്കിൽ 2 പേനയുടെ വില 2y, 3 പേനയുടെ വില 3y, 4 പേനയുടെ വില 4y. അപ്പോൾ ഒരു പെൻസിലിന് x ആണെങ്കിൽ 3 പെൻസിലിന് 3x, ഒരു പേനയ്ക്ക് y ആണെങ്കിൽ 4 പേനയ്ക്ക് 4y. ഓക്കെ, 4y. ഓക്കെ, അപ്പോൾ ഒരു പേനയുടെ 3 പെൻസിലിൻ്റെ വിലയും 3x, 4 പേനയുടെ വില 4y. ഇത് തമ്മിൽ കൂട്ടുമ്പോൾ കിട്ടുന്ന ഉത്തരമെന്ന് പറയുന്നതാണ് 66 രൂപ. തമ്മിൽ കൂട്ടുമ്പോൾ കിട്ടുന്ന ഉത്തരമാണ്. അപ്പോൾ 3 പേനയ്ക്കും 3 പെൻസിലിനും 4 പേനയ്ക്കും കൂടെ കിട്ടുന്ന വിലയാണ് 66 രൂപ. ഇനി നമ്മൾ ഇക്വേഷൻ നമ്പർ 1 എന്നിങ്ങ് എഴുതും, ഒന്നാമത്തെ ഇക്വേഷൻ. ഇനി രണ്ടാമത് പറയുന്നുണ്ട് അതേപോലെ തന്നെ 6 പേന, 6 പെൻസിൽ. അപ്പോൾ ഒരു പെൻസിലിൻ്റെ വില x ആണ്, 6 പെൻസിൽ എന്ന് വെച്ചാൽ 6x ആണ്, 6xും. അതേപോലെ തന്നെ 3 പേനയുടെ വില, 3 പേനയ്ക്കും കൂടി, 3 പേന എന്ന് വെച്ചാൽ 3yക്കും കൂടി, 3yയുടെയും കൂടെ വില എന്ന് പറയുന്നത് 72 രൂപയാണ്. ഇതാണ് ഇക്വേഷൻ നമ്പർ 2. 2 ഇക്വേഷൻസ് കിട്ടി. അപ്പോൾ 3 പെൻസിലും 4 പേനയ്ക്കും കൂടെ 66 രൂപ. അതേപോലെ തന്നെ 6 പെൻസിലും 3 പേനയ്ക്കും കൂടി എത്രയാണ്? 72 രൂപ. എങ്കിൽ ഒരു പേനയുടെ വില എത്ര? ഒരു പേനയുടെ വില കണ്ടുപിടിക്കണമെങ്കിൽ പെൻസിലിൻ്റെ വില നിങ്ങൾ അങ്ങ് ഇല്ലാതാക്കണം. പെൻസിലിൻ്റെ വില ഇല്ലാതാവും, അല്ലെങ്കിൽ പേനയുടെ വില ഇല്ലാതാക്കണം. ഏതെങ്കിലും ഒരെണ്ണം ഇല്ലാതാക്കിയിട്ട് അടുത്തന്നെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഒന്ന് ഇവിടെ എക്സ് ഇല്ലാതാവണം, അല്ലെങ്കിൽ വൈ ഇല്ലാതാവണം. ഈ എക്സോ വൈയോ ഇല്ലാതാവണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഏതെങ്കിലും സംഖ്യയെ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യണം. നിങ്ങളൊന്ന് കുറച്ചേ, കൂട്ടിയേ. 6 3 കൂട്ടി 9, എക്സ് ഇല്ലാതാവത്തില്ല. 3 6 കുറച്ചു, -3, വൈയും ഇല്ലാതാവത്തില്ല. എക്സ് കൂട്ടിയാലും കുറച്ചാലും എക്സ് ഇല്ലാതാവത്തില്ല. നോക്കിയേ, 4 3 കൂടുമ്പോൾ 7, വൈ ഇല്ലാതാവത്തില്ല. 4 3 കുറച്ചാൽ 1, ഒരു വൈയും ഇല്ലാതാവത്തില്ല. അപ്പോൾ ഈ ഇക്വേഷൻ ഇട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഈ എക്സിനെ വൈയോ ഒഴിവാക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇത് കിടക്കുന്നത്. ഇത് സിമ്പിളായിട്ട് നോക്കാം. ഇവിടുത്തത് 3y അല്ലേ? 3y. ഇവിടെ എത്ര? 6x. ഈ 6x, ഇവിടെ 6x, ഇവിടെ 3x, ഇവിടെ 6x 3x. ഇത് 6x ആയിരുന്നെങ്കിൽ, ഇതും 6x ആണെങ്കിൽ ഈ എക്സിനെ ഒഴിവാക്കി കൂടെ. ഇതും 6x ആണെങ്കിൽ എന്ത് ചെയ്യുക? ഈ എക്സിനെ ഒഴിവാക്കുക. 6x ന്ന് 6x പോയാൽ 0 ആവും. 6x. അപ്പോൾ ഈ 3xനെ കൂടെ അങ്ങ് 6x ആക്കണം. അതെങ്ങനെ ചെയ്യും എന്ന് വെച്ചാൽ ഇതിനൊരു 2 കൊണ്ട് ഗുണിച്ചാൽ മതി. ഈ 2 കൊണ്ട്, ഈ 3xനെ 2 കൊണ്ട് ഗുണിച്ചാൽ ഇത് 6x ആവും. 6x ആയാൽ എൻ്റെ 6x ന്ന് 6x കുറച്ചാൽ 0 കിട്ടും. അപ്പോൾ നിങ്ങളിവിടെ ചെയ്യേണ്ട കാര്യം ഇതിനെ മാത്രമല്ല, ഗുണിക്കുവാണെങ്കിൽ ഇക്വേഷൻ നമ്പർ 1നെ മൊത്തത്തിൽ ഗുണിക്കണം. ഒരെണ്ണത്തെ മാത്രമായിട്ട് ഗുണിക്കാൻ പറ്റത്തില്ല, മൊത്തത്തിൽ ഗുണിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഇക്വേഷൻ നമ്പർ 1നെ ചെയ്യാൻ പോകണ്ട. ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, ഇക്വേഷൻ നമ്പർ 1നെ നമ്മൾ ഗുണിക്കാൻ പോവാ. എത്ര കൊണ്ട് ഗുണിക്കാൻ പോവാ? ഇക്വേഷൻ നമ്പർ 1നെ 2 കൊണ്ട് ഗുണിക്കാൻ പോവാ. 2 കൊണ്ട് ഗുണിക്കാൻ പോവാ. ഇക്വേഷൻ നമ്പർ 1നെ 2 കൊണ്ട് ഗുണിക്കാൻ പോവാ. ഇക്വേഷൻ നമ്പർ 1 എന്ന് പറഞ്ഞാൽ 3x ആണ്. ഈ 3xനെ 2 കൊണ്ട് ഗുണിച്ചു, പ്ലസ് 4xനെയും 2 കൊണ്ട് ഗുണിച്ചു. ഓക്കെ, ഒന്നാമത്തെ 3x 2 കൊണ്ട് ഗുണിച്ചു, 4xനെ 2 കൊണ്ട് ഗുണിച്ചു. അപ്പോഴുണ്ടെങ്കിൽ 66നെയും 2 കൊണ്ട് ഗുണിക്കണം. എല്ലാത്തിനെയും 2 കൊണ്ട് ഗുണിക്കണം. ഓക്കെ ആണല്ലോ. അപ്പോൾ എന്താ? 3 ഗുണം 2, 3 ഗുണം 2 6, 6 ഗുണം x 6x, പ്ലസ് 4 ഗുണം 2 8, 4 ഗുണം 2 8, 8 ഗുണം ഇവിടെ y, x അല്ല y ആണ്, y. 8 ഗുണം y 8y ഈക്വൽ ടു 66 ഗുണം 2 132. ഇത് ഇക്വേഷൻ നമ്പർ 3. നമുക്കിവിടെ 3 ഇക്വേഷൻസ് കിട്ടി. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതെന്താണ്? ഇവിടെ 6x, ഇവിടെ 3xനെ നമ്മൾ 2 കൊണ്ട് ഗുണിച്ചപ്പോൾ 6x, 4y 2 കൊണ്ട് ഗുണിച്ചപ്പോൾ 8y, 66നെ 2 കൊണ്ട് ഗുണിച്ചപ്പോൾ 132. മൂന്നാമത്തെ ഇക്വേഷൻ കിട്ടി നമുക്ക്. അപ്പോൾ ഇവിടെ 3 ഇക്വേഷൻസ് ഉണ്ട്. 6x പ്ലസ് 8y പ്ലസ് 132, അതേപോലെ 6x പ്ലസ് 3y = 72. ഈ രണ്ടാമത്തെ മൂന്നാമത്തെ ഇക്വേഷൻസ് നമ്മൾ എടുത്താൽ, ഈ ഒന്നാമത്തെ ഇക്വേഷൻ നമ്മൾ രൂപം മാറ്റിയെടുത്തു. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇവിടെ ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് ശ്രദ്ധിച്ചോണം. നമ്മുടെ ഇവിടുത്തെ ഇക്വേഷൻ വേണ്ട. 6x പ്ലസ് 8y ഈക്വൽ ടു 132. 6x പ്ലസ് 8y ഈക്വൽ ടു 132. അതേപോലെ തന്നെ ഇവിടെ എന്താണ് രണ്ടാമത്തെ ഇക്വേഷൻ? എത്ര? 6x പ്ലസ് 3y ഈക്വൽ ടു 72. 2 ഇക്വേഷൻ. 6x പ്ലസ് 8y ഈക്വൽ ടു 132 എന്നും 6x പ്ലസ് 3y ഈക്വൽ ടു 72. 2 ഇക്വേഷൻസ് നമുക്ക് കിട്ടി. 2 ഇക്വേഷൻസ് കിട്ടിയാൽ നമ്മൾ ഇവിടെ ചെയ്യേണ്ട പരിപാടി എന്ന് പറയും, ഇത് തമ്മിൽ കുറയ്ക്കണം. 6x നിന്ന് 6x കുറച്ചാൽ 0. നമുക്ക് ഞാൻ പറഞ്ഞു ഏതെങ്കിലും ഒരെണ്ണത്തെ ഇല്ലാതാക്കാൻ നമ്മൾ ഈ പറയുന്നത്. ഇത് കൂട്ടിക്കഴിഞ്ഞുള്ള കുഴപ്പം 6 കൂടുമ്പോൾ 12 ആവും, 12x ആവും. 8 3 കൂടുമ്പോൾ 11y ആവും. ഇവിടെ ഒന്നും ഇല്ലാതാവത്തില്ല. കുറച്ചാൽ 6x ന്ന് 6x കുറച്ചാൽ 0.
RX ന്ന് RX കുറച്ചാൽ 0 പ്ലസ് 8y നിന്ന് 3y കുറച്ചാൽ 5y ഈക്വൽ ടു 132 നിന്ന് 72 കുറച്ചാൽ 60. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 5 0 ഏത് സംഖ്യയുടെ 0 കൂടി ഉത്തരാസംഖ്യനായതുകൊണ്ട് നമ്മൾ ഈ 0 ഒഴിവാക്കി എത്ര? 5y. ഈ 5y എന്ന് പറയുന്നതാണ് 60. 5y എന്ന് പറയുന്നതാണ് 60. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഒരു പേനയുടെ വില എത്ര എന്നാണ്. എന്താ ചോദിച്ചിരിക്കുന്നത്? ഒരു പേനയുടെ വില. ഒരു പേനയുടെ വില എന്ന് പറയുന്നത് y ആണ്. ഒരു പേനയുടെ വില എന്ന് പറയുന്നത് എന്താണ്? y ആണ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഒരു പേനയുടെ വില y. അപ്പൊ നമുക്ക് ഇവിടെ 5y വിലയാണ് 60 ഇട്ടിരിക്കുന്നത്. 5y വിലയാണ് 60. അപ്പോൾ ഒരു പേനയുടെ വില എങ്ങനെ കണ്ടുപിടിക്കുന്നത്? y വില നമ്മൾ കണ്ടുപിടിക്കാം. 60 ഡിവൈഡഡ് ബൈ 5 കൂടെ ഗുണിച്ചൊക്കെ ഇപ്പോൾ തരുമ്പോൾ ഹരിക്കണം. 60നെ 5 വെച്ചിരിക്കുമ്പോൾ എത്ര ഇട്ടോ? 12 എന്ന് കിട്ടും. എന്ന് വെച്ചാൽ ഒരു പേനയുടെ വില 12 രൂപ. എന്താണ്? ഒരു പേനയുടെ വില എന്ന് പറഞ്ഞ എത്ര രൂപയാണ്? 12 രൂപയാണ് ഒരു പേനയുടെ വില. ക്ലിയർ ആവുന്നുണ്ടല്ലോ? 12 രൂപ. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു ക്വസ്റ്റ്യൻ പലരും എന്നോട് വെച്ച് ഡൗട്ട് ചോദിച്ചിട്ടുണ്ട്, സാറേ ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചത്. ഇത് ഇക്വേഷൻ ഫോം ചെയ്താണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ചെയ്യേണ്ടത് ഒരു പെൻസിലിന്റെ വില x എന്നും ഒരു പേനയുടെ വില y എന്നും എടുത്താൽ ഒരു പെൻസിലിന്റെ വില x ആണ്, 3 പെൻസിലിന്റെ വില 3x. ഒരു പേനയുടെ വില y ആണെങ്കിൽ 3 പേനയുടെ വില 3y ഈക്വൽ ടു 66. അടുത്തത് 6 പെൻസിൽ ഒരു പെൻസിലിന്റെ വില x ആണ്, 6 പെൻസിലിന്റെ വില 6x. ഒരു പേനയുടെ വില y ആണ്, 3 പേനയുടെ വില 3y ഈക്വൽ ടു 72. മനസ്സിലായല്ലോ? ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഇവിടുന്ന് ഒന്ന് xോ yയോ ഒഴിവാക്കണം. നമ്മൾ x-നെ ഒഴിവാക്കാൻ ഈ 3നെ ഇവിടെ 6 ആക്കിയാൽ, ഈ 3നെ 6 ആക്കണമെങ്കിൽ 2 വെച്ച് ഗുണിക്കും. 2 വെച്ച് ഗുണിക്കാൻ വെച്ചാൽ ഇക്വേഷൻ മൊത്തത്തിൽ ഗുണിക്കണം. ഒരെണ്ണത്തെ മാത്രം ഗുണിക്കാൻ പറ്റത്തില്ല, മൊത്തത്തിലേ ഗുണിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എല്ലാത്തിനും കണ്ട 3x-നെ 2 കൊണ്ട് ഗുണിച്ചപ്പോൾ 6x, അതേപോലെ 4y 2 ഗുണിച്ചപ്പോൾ 8y, അതേപോലെ 66 2 വെച്ച് ഗുണിച്ചപ്പോൾ 132 അതും കിട്ടി. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ, അപ്പോൾ നമുക്ക് ഈ 2 ഇക്വേഷൻസ് കിട്ടും. അപ്പോൾ 6x പ്ലസ് 8y = 132, 6x പ്ലസ് 3y = 72. ഇത് കുറയ്ക്കുക. 6x 0, 8x-ന്ന് 3x കുറച്ചാൽ 5, 8y-ന്ന് 3y കുറച്ചാൽ 5y, 132 72 കുറച്ചാൽ 60. 5y ആണ് 60. നമുക്ക് ഒരു y-യുടെ വില 60/5 = 12. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 12 ആണ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ, യെസ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞത്, വലിയ ഇതുവരെ നടന്ന പരീക്ഷകളിൽ ഇത്രയും നേരം നടന്ന നമ്മളുടെ ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ പല ജില്ലകളിലും നടന്നായിരുന്നു. LDCയുടെ പരീക്ഷകൾ നടന്നായിരുന്നു. ഈ നടന്നതിൽ വലിയ പാടായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും അല്ലായിരുന്നു ഇന്ന് നടന്ന ഈ ക്വസ്റ്റ്യൻ. വളരെ സിമ്പിളായിരുന്നു. ഏകദേശം ഒരു 3-4 ക്വസ്റ്റ്യൻ. ഇതും സ്കൂൾ ടെക്സ്റ്റിനകത്ത ക്വസ്റ്റ്യനാണ്, ഇതും സ്കൂൾ ടെക്സ്റ്റിലെ ക്വസ്റ്റ്യനാണ്. ഈ നടന്ന പരീക്ഷകൾ ഒരു 3-4 ക്വസ്റ്റ്യൻസോളം സ്കൂൾ ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻ അതുപോലെ എടുത്ത് വെച്ച് ചോദിച്ചത്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ ഇത് ക്വസ്റ്റ്യൻ സ്കൂൾ ടെക്സ്റ്റിനകത്തെ സ്റ്റേറ്റ് സിലബസിനകത്ത ക്വസ്റ്റ്യനാണ്. അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞ 9ാം ക്ലാസ് വയസ്സിന് കണക്ക് 9ാം ക്ലാസ്സിലെ പുസ്തകത്തിനകത്ത് കിടപ്പുണ്ട്. അതേപോലെ തന്നെ 7ാം ക്ലാസ്സിൽ 6ാം 3 നമ്മുടെ ഏതായാലും റേഷ്യോ അംശബന്ധം എന്ന് പറയുന്ന പാഠത്തിനകത്താണ് മിക്സ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പല ക്വസ്റ്റ്യൻസും ക്വസ്റ്റ്യൻസ് സ്കൂൾ ടെക്സ്റ്റിനകത്ത് ക്വസ്റ്റ്യനാണ്. വലിയ പാടൊന്നും ഇല്ലായിരുന്നു മാത്സ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യനായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.